ഇരിക്കാം. നമുക്കൊരു പാട്ട് പാടി വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർത്ത്, നമുക്ക് തുണയായിട്ട് തന്ന ഭാര്യയെ, ഭർത്താവിനെ, അപ്പനെ, അമ്മയെ, മക്കളെല്ലാം ഓർത്ത് നന്ദിയോടെ ദൈവത്തിനോടുള്ള നന്ദിയോടെ നമുക്ക് ഈ ഗാനം ചേർന്ന് ഒരുമിച്ച് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ആദ്യ സെഷനിലൂടെ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കർത്താവെ. വീണ്ടും അടുത്ത സെഷനിൽ കർത്താവെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടെയായിരിക്കും ഞങ്ങളെ സഹായിക്കണമേ, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ഓക്കെ, ഇപ്പോൾ സൗണ്ട് കുഴപ്പമില്ലല്ലേ? എല്ലാവർക്കും കേൾക്കാമല്ലോ. നമ്മൾ ഇതിനു മുമ്പുള്ള സെഷനിൽ സ്പിരിച്വൽ സബ്മിഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു 1 hour സെഷനായിരിക്കും. അതിനുശേഷം പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. ശരിക്കും സ്പിരിച്വൽ സബ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സബ്മിഷനാണ്. ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഈ ക്രിസ്തുവിനോടുള്ള സബ്മിഷൻ്റെ ഒരു ഏജൻറ്റ് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ദ റിയൽ സബ്മിഷൻ ഈസ്
ടുവേർഡ്സ് ക്രൈസ്റ്റ്, ദ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടുന്ന ആ ഒരു റെവലേഷൻ, ആ റെവലേഷനോടുള്ള സബ്മിഷനാണ് ശരിക്കും ഒരു ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന സബ്മിഷൻ. പക്ഷെ ഇവിടെ ചില പ്രോബ്ലം ഏരിയാസ് ഉള്ളത്. ഒന്ന്, മിക്കവാറും ഭവനങ്ങളിലും ദ ആബ്സെൻറ്റ് മെയിൽ ഫിഗർ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കറിയാം, പഴയ കാലത്ത് അപ്പൻ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും പ്രസൻ്റ് ആയിട്ടുള്ള ആൾ. ആ വീടിൻ്റെ ആള്, പ്രതിനിധി എന്ന് പറയുന്ന പിതാവാണ്. പിതാവിനെ മക്കൾക്കെല്ലാം പേടിയാണ്. ഇതൊരു വളരെ റെവറൻഷ്യൽ പൊസിഷനാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങൾക്കും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും. പക്ഷെ പതുക്കെ പതുക്കെ ഡാഡി ഫിഗർ ഹാസ് ബിക്കം സോഫ്റ്റർ. പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ന് പിള്ളേർക്ക് അമ്മമാരോട് സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പം അപ്പന്മാരോട് സംസാരിക്കാനാണ്. ആണെന്ന് തോന്നുന്നു. അമ്മമാർ ടു മച്ച് ബോതേഡ് അബൌട്ട് സ്റ്റഡീസ്, പ്രേയർ, ഇത് സ്പിരിച്വൽ തിങ്, ഇത് പ്രഷറായിട്ടാണ് പിള്ളേർക്ക് തോന്നുന്നത്. എന്നാൽ ഫാദേഴ്സ് ആർ മോർ റിസപ്റ്റീവ്. അപ്പോൾ പിള്ളേർ എന്തെങ്കിലും പോയി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരമില്ല പോട്ടെ എന്നൊക്കെ പറയാൻ ഇപ്പോൾ അമ്മമാരെക്കാൾ കൂടുതൽ പറ്റുന്നത് അപ്പന്മാർക്കാണ്. കാരണം സോഫ്റ്റർ ഫാദർ ഈ പുതിയ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. പഴയ തലമുറയിൽ അപ്പം വഴക്ക് പറയുമ്പം അമ്മയാണ് ആശ്വസിപ്പിക്കുന്നത്, സാരമില്ല പോട്ടെ. ബൈബിളിന് വെളിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത്ര അതോറിറ്റി എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കും അറിയാമല്ലോ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ആബ്സെൻറ്റ് മെയിൽ ഫിഗർ, അതായത് ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ്, പുരുഷന്മാരുടെ സ്പിരിച്വൽ ലീഡർഷിപ്പ് പല ഭവനങ്ങളിലില്ല. അതിൻ്റെ കാരണം ഇന്ന് വിശ്വാസത്തിലേക്ക് കൂടുതൽ വരുന്നതും സ്ത്രീകളാണ്. അപ്പോൾ പുരുഷൻ മിക്കവാറും വിശ്വാസിയെ ആയിരിക്കില്ല. ഒത്തിരി സഹോദരിമാർ ഒറ്റയ്ക്ക് വിശ്വാസം വന്നവരുണ്ട്. പുരുഷന്മാരുണ്ടെങ്കിൽ പോലും കൂടുതൽ സഹോദരിമാരും അൺബിലീവറായ സ്പൗസിൻ്റെ കൂടെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ സ്പിരിച്വൽ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ പോലും അവിടെയൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താ? ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഗോയിങ് ടു ഡയറക്ട്ലി ലീഡ് ദിസ് പേഴ്സൺ ടു ക്രൈസ്റ്റ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ സബ്മിറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു സ്പൗസ് അൺബിലീവർ ആണെങ്കിൽ, നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് വന്നവരായിരിക്കുമല്ലോ, അൺബിലീവിങ് സ്പൗസസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു സ്പൗസ് അൺബിലീവർ ആണെങ്കിൽ ഈ സബ്മിഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സബ്മിഷൻ തന്നെയാണ് നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ലേണിംഗ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ത്രൂ സഫറിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവർ ആയിട്ടുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ ആ സബ്മിഷൻ സ്പിരിച്വൽ അല്ല, ശരിക്കും അതിനപ്പുറത്തുള്ളൊരു സബ്മിഷൻ നമുക്ക്, അതായത് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു സബ്മിഷൻ നമ്മൾ ഈ ഭാര്യമാരോടെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ദാറ്റ് വിൽ ബി ഫോഴ്സ്ഡ് ഓൺ ദീസ് പീപ്പിൾ. അവിടെ ആ ഒരു സബ്മിഷനിലൂടെ സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണമായ മനസ്സ് എന്ന നിഗൂഢ മനുഷ്യൻ്റെ അലങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വിവാഹിതരായ സ്ത്രീകൾ ക്രിസ്തുവിൻ്റെ ആ സബ്മിഷൻ എന്താണെന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ ഈ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സബ്മിറ്റ് ആയിരിക്കണമെന്ന് ഉള്ള ആദ്യത്തെ ഭാഗം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കും ഭാര്യമാരോടല്ല ഞാൻ സംസാരിച്ചത്, ഭർത്താക്കന്മാരോടാണ്. കാരണം എന്ത് സബ്മിഷനാണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ടത്? ഡിമാൻഡ് ചെയ്യല്ല വേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി എ സ്പിരിച്വൽ സബ്മിഷൻ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് മീ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ്. ഒരു എക്സാമ്പിൾ, ഒരു സഭയിലെ പാസ്റ്റർ, ഞാനൊരു ചർച്ചിലെ പാസ്റ്റർ അല്ല, ഒരു പാസ്റ്ററാണെന്ന് വിചാരിച്ചോ. അല്ലേ, വേണ്ട, നിങ്ങൾ കുടുംബത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾ, ഭാര്യയും ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. യു ആർ എ ക്രിസ്ത്യൻ, വൈഫ് ഈസ് ഓൾസോ എ ക്രിസ്ത്യൻ. പക്ഷേ അയൽവക്കത്തെ വീട്ടുകാരുമായിട്ട്, അവിടുത്തെ സിസ്റ്ററുമായിട്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഒരു ദുഃഖം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പിണങ്ങുന്നു. മേ ബി ഷീ ഡിഡ് സംതിങ് റോങ്. ഈ അയൽക്കാരി എന്തോ തെറ്റ്, മോശമായ കാര്യം ഇവരെക്കുറിച്ച് പറയുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ദർ ഈസ് ആൻ ഒഫൻസ്, ഒരു മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യ പറയാണ്, എനിക്ക് അവരെ സഹിക്കാൻ പറ്റത്തില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവരെന്നോട് അത്ര ദ്രോഹമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പം അവരോട് ഹായ് ബൈ എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, കാരണം ഷീസ് മൈ എനിമി. ഭർത്താവ് എന്ത് ചെയ്യണം? പറ, എന്ത് ചെയ്യണം?
ചെയ്യണം, അതുപോലെ ചെയ്യണം. അപ്പം അതുവഴി നടന്നു പോകുമ്പം അവർ എന്തുണ്ട് സഹോദര വിശേഷം ചോദിക്കുമ്പം ആരാ എന്നോട് വിശേഷം ചോദിക്കാൻ എന്ന രീതിയിൽ പോകണം അല്ലേ? എന്താ അതിൻ്റെ പരിഹാരം? എങ്ങാനും ഹായ് ബായ് പറയുന്ന കണ്ടാൽ കുടുംബം തകർന്നു. അപ്പൊ ഇവിടെ സബ്മിഷൻ ആരാ ചെയ്യേണ്ടത്? ആരാ ചെയ്യണ്ടേ? പറഞ്ഞ ഭാര്യമാരെല്ലാം പറഞ്ഞ ആരാ ചെയ്യേണ്ടത്? ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? പറ, എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ ഭർത്താവ് എങ്ങനെ, ഭർത്താവ് എന്താ ചെയ്യണ്ടേ ഇപ്പം? ഇന്ന് ഒരു വലിയ പങ്ക് സഭകളിൽ നടക്കുന്നത് ഈ ഒരു പരിപാടിയാണ്. പാസ്റ്റർമിക്ക് ചില ആൾക്കാർ ഇഷ്ടപ്പെടില്ല, പാസ്റ്റർ അവരോട് മിണ്ടാൻ പോലും പറ്റത്തില്ല. പതുക്കെ പതുക്കെ അവരടുത്ത സഭയിലോട്ട് ചാടേണ്ടി വരും. അനേകം ആൾക്കാർ സഭ വിട്ടു പോകുന്ന പാസ്റ്ററെയും കൊണ്ട് മടുത്തിട്ടല്ല, പാസ്റ്റർമാരെയും കൊണ്ട് മടുത്തിട്ടാണ്. ഒരു പറയുമ്പോൾ എല്ലാം ന്യായമാണ്, പക്ഷെ ക്രിസ്തുവിന് സബ്മിറ്റഡ് ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പറ. ഈ സബ്മിഷൻ സ്പിരിച്വൽ സബ്മിഷൻ ആണെങ്കിൽ ഈ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയാൽ അവൾ രക്ഷപ്പെട്ടു. കാരണം എന്താ? വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് എന്ത്? ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഈ ഭാര്യ വളരെ ലോങ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പം സ്പിരിച്വൽ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ കൂടെ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോരാ. കാരണം ഹീസ് ലുക്കിംഗ് അറ്റ് അനദർ സ്പിരിച്വാലിറ്റി. തിരിച്ചു മറിച്ചു ആകാം. ഭാര്യയുടെ സ്ഥാനത്ത് ഭർത്താവ്, ഭർത്താവിന്റെ സ്ഥാനത്ത് ഭാര്യ. അപ്പൊ ഇതെല്ലാം വിട്ടിട്ട് ക്രിസ്തുവിൽ നിങ്ങൾ കീഴടങ്ങിയിരിക്കുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഉന്നം വയ്ക്കുന്ന ആരെയായിരിക്കും? അപ്പൊ ട്രൂ സബ്മിഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് പോകാനുള്ള ഒരു യാത്രയാണ്. ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു യാത്രയാണ്. എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഞാൻ ജയിക്കാനോ വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല. അതായത് ഭർത്താവ് ജയിക്കാനോ ഭാര്യ ജയിക്കാനോ വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല. പിന്നെയോ ക്രിസ്തു ജയിക്കാൻ വേണ്ടിയുള്ള, ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നടക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ എല്ലാ സമയത്തും ആലോചിക്കേണ്ട ഒരു കാര്യം, ആര് പറയുന്നത് കേട്ടാലാണ് നമ്മൾ കൂടുതൽ കർത്താവിനെ പോലെ ആകുന്നത്? ആര് പറയുന്നത് പോലെ കേട്ടാലാണ് നമ്മൾ കൂടുതൽ ലോകത്തിൽ ബുദ്ധിയുള്ളവരെ പോലെ ആകുന്നത്? ആര് പറയുന്നത് കേട്ടാലാണ് നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുന്നത്? അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കീഴടങ്ങിയിരിക്കേണ്ടി വരും. ഭാര്യയാണ് പറയുന്നത്, നിങ്ങൾ അവരോട് ക്ഷമിക്കുക, ആരവില്ല, അയാൾ നമ്മുടെ അതിര് മാന്തി കാണും, അതിലല്ലേ മാന്തിയുള്ളൂ. ഭർത്താവ് പറയും ഞാൻ ക്ഷമിക്കൂല. അപ്പോ ഭാര്യ പറയുന്നത് ഞാനും ക്ഷമിക്കൂല. അത് സബ്മിഷൻ അല്ല. ആ സബ്മിഷൻ എങ്ങോട്ട് പോയി? അത് ലോകത്തിലേക്ക് കോംപ്രമൈസ് ആയിട്ട് പോയി. ഇവിടെ ഒരു വിവാഹ ജീവിതത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും നോവും, 2 പേരും വേദനിക്കും. പക്ഷെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേരും ലോകത്തിന്റെ വിശാലമായ വഴിയിലേക്ക് കയറും. എവിടെയാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവിടെ മാത്രമേ കർത്താവ് എന്ന തല മഹത്വപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോംപ്രമൈസസ് കനോട്ട് ബിൽഡ് എ ക്രിസ്ത്യൻ മാരേജ്. ഒരിക്കലും കോംപ്രമൈസ് കൊണ്ട് എന്ത് സാധിക്കില്ല? ഒരു ക്രിസ്ത്യ വിവാഹം ഉണ്ടാകാൻ സാധിക്കില്ല. അപ്പോൾ 2 പേരും കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ വിവാഹ ജീവിതം കറക്റ്റ് ആവുള്ളൂ. മരിക്കാൻ തയ്യാറായവൻ തോക്കാനും തയ്യാറായിരിക്കുമല്ലോ. മരിക്കാൻ തയ്യാറാ എന്നാലും ഞാൻ തോക്കൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പണ്ടൊരാൾ പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ ജയിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ, എല്ലാം നശിപ്പിക്കാൻ വരെ ഞാൻ തയ്യാറാണ്, തലക്കെട്ടൊന്ന് പൊട്ടിക്കാൻ വരെ തയ്യാറാണ്. പക്ഷെ ഞാൻ ജയിക്കണം, ഞാൻ ജയിച്ചേ പറ്റുള്ളൂ. എൻ്റെ പോയിന്റ് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ബ്ലാങ്കറ്റ് കമാൻഡ്മെന്റ് എടുക്കാൻ പാടില്ല. അവിടെ എല്ലാം നമ്മൾ ആരെ അന്വേഷിച്ചിരിക്കണം? ഈ ക്രിസ്തുവിന്റെ റെവലേഷനെ അന്വേഷിച്ചിരിക്കണം. അത് ഭാര്യയാണ് ഒരു ക്രിസ്തുവിന്റെ റെവലേഷൻ പറയുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ നിങ്ങളുടെ ഭർത്താവാണ്, നിനക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ കൈ പിടിച്ച് പോകുന്നത് എന്ന് ചോദിക്കരുത്. കാരണം അതിലും വലിയൊരു കൈ നമ്മളെ പിടിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഇതിലും വലിയൊരു കൈ നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഒരാളെ കാണുമ്പം ഭാര്യ പറയാണ് വല്ലതും കൊടുത്തേക്കാം എന്ന് പറയും. അവനൊന്നും അങ്ങനെ കൊടുത്താൽ ശരിയാവില്ല, കൊടുത്തേക്ക്, ഒരാൾ പറഞ്ഞല്ലേ
കൊടുത്തേക്ക്. അതൊരു നല്ലൊരു സബ്മിഷനാണ്. നന്മ ചെയ്യുന്നതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് രണ്ട് ബിലീവിങ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. അൺബിലീവറുടെ കൂടെ ജീവിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല ലൈഫ്. പക്ഷെ ഒരു ബിലീവറുടെ കൂടെ ജീവിക്കുമ്പോൾ വി ഓൾവേസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഞാൻ ശരിക്കും ഒരു മനുഷ്യ ബന്ധം ഉണ്ടാക്കുകയല്ല, മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാര്യ ഭർത്തൃ ബന്ധം സുഗമമാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയല്ല, ഞാൻ ശരിക്കും ക്രിസ്തുവിനെ എൻ്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുവാണ്. അതുകൊണ്ടാണ് സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറഞ്ഞത് അവസാനിക്കാത്തത്. സ്ത്രീയുടെ തല പുരുഷനും പുരുഷന്റെ തല ക്രിസ്തുവുമാണെന്നാണ്. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കമാൻഡ്മെന്റ് ആണ് ശരിക്കും ഇതിന്റെ ഒരു തിയോളജിക്കൽ ബേസിസ്. അത് കൂടാതെ പത്രോസിന്റെ ലേഖനത്തിലെല്ലാം വിവാഹ ജീവിതത്തെക്കുറിച്ച് അനേകം വാക്യങ്ങളുണ്ട്. ഞാൻ ഈ എഫേസ്യ ലേഖനത്തിലെ വാക്യം എടുക്കാനൊരു കാരണം, പ്രധാനമായിട്ടും എടുക്കാനൊരു കാരണം, ആ എഫേസ്യ ലേഖനത്തിൽ മാര്യേജിനെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് 5-ാം അധ്യായം 22-ാം വാക്യത്തിലല്ല, 5-ാം അധ്യായം 21-ാം വാക്യത്തിലും അല്ല. എവിടെയാ തുടങ്ങുന്നറിയോ? ഇനി എഫേസ്യർ 6-ലേക്ക് വരുമ്പോൾ അവിടെ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കും. ഈ മക്കളോടുള്ള കമാൻഡ്മെന്റ് ആരംഭിക്കുന്നത് 6-ാം അധ്യായം 1-ാം വാക്യത്തിലല്ല, 5-ാം അധ്യായത്തിലും അല്ല. ഇതെല്ലാം ആരംഭിക്കുന്നത് എവിടെയാണ്? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ 1-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് പറയാൻ കാരണം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനകത്ത് ഒരു വാക്യമുണ്ട്, അതിന്റെ 7-ാം വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഇതാണ്. അതായത് ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിവാഹ ബന്ധമായാലും അപ്പൻ മക്കൾ ബന്ധമായാലും സഭയിലുള്ള ബന്ധമായാലും സമൂഹത്തിലുള്ള ബന്ധമായാലും യജമാനൻ വേലക്കാരൻ ബന്ധമായാലും അതിൻ്റെ എല്ലാ അടിസ്ഥാനം നമുക്ക് ഈ ലോകത്തുനിന്ന് കിട്ടിയ അറിവും പരിചയവും മനഃശാസ്ത്ര അറിവുകളൊന്നും അല്ല, അത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ധനമാണ് ഓരോ ബന്ധങ്ങളിലും ഉപയോഗിക്കപ്പെടേണ്ടത്. ണ്ടോ? അതിവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 7-ാം വാക്യം പറയുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അടുത്ത വാക്യം നോക്കി. അത് ഏത് വീണ്ടെടുപ്പ്? എന്ത് വീണ്ടെടുപ്പ്? അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്. അത് അവൻ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പൊ ഈ അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് ഏത് രീതിയിലാണ് തന്നേക്കുന്നത്? സകല ജ്ഞാനവും വിവേകവുമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഈ വീണ്ടെടുപ്പ് തരുമ്പോ ചുമ്മാ നിന്നെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പറയുകയല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ ഈ വീണ്ടെടുപ്പ് നമുക്ക് തന്നിരിക്കുന്നത്? കുഴിക്കകത്തുനിന്ന് വലിച്ചു കയറ്റിയെന്ന് മാത്രമല്ല, പിന്നെ എവിടെ കൊണ്ട് നിർത്തുകയും ചെയ്തു? ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമങ്ങളിൽ നമ്മൾ മോചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അനുസരിച്ച് നമുക്കൊരു ജ്ഞാനവും വിവേകവും കർത്താവ് തരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആത്മീകമായി ബലമുള്ളവരായി മാറുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞു, ഒത്തിരി കഥകളിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ കേട്ടാലും കുഴപ്പമില്ല. ചിലപ്പം മടുത്ത് കാണും കേട്ടോ, എന്നാലും കുഴപ്പമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് എളുപ്പം. അതിക്രമം ചെയ്തു പോകാവുന്ന പല സമയത്തും അതിൽ നമ്മളെ ദൈവം വിടുവിക്കുന്നത് ആ അതിക്രമം ചെയ്യാവുന്ന ആ വഴിയിൽ എങ്ങനെയാണ് പരിജ്ഞാനത്തോടെയും വിവേകത്തോടെയും ഇടപെടാവുന്നത് എന്ന റെവലേഷൻ തന്നുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു പറയാം. ഒരുത്തൻ എന്നെ തല്ലുകയാണെങ്കിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധമാണ്, അത് അങ്ങനെ ആയിക്കോട്ടെ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങോട്ടോ ആക്രമിച്ച് ചെല്ലുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിക്രമത്തിന് രക്ഷിച്ചിരിക്കുന്നത്? അവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള വിവേകം നമ്മുടെ ഹൃദയത്തിൽ തന്നുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? അതിക്രമത്തിൽ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ആ രക്ഷ നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? സകല ജ്ഞാനവും വിവേകവുമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാര്യയോടോ ഭർത്താവിനോടോ ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? ഉയരത്തിൽ നിന്നുള്ള
ഈ ജ്ഞാനവും വിവേകവും നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഫലമായി ദൈവം നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് യുദ്ധം ജയിക്കാൻ സാധിക്കുകയുള്ളൂ. മനഃശാസ്ത്രപരമായ ടൂൾ കൊണ്ട് ക്രിസ്തീയ വിവാഹങ്ങളിലൊന്നും ജയിക്കാൻ സാധിക്കത്തില്ല. ഈ മനഃശാസ്ത്രപരമായ ടൂൾ തന്നെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? അവരാദ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കൗൺസിലിംഗ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, പക്ഷെ കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ നമ്മുടെ സെൽഫ് വർത്ത് കൂട്ടാനാണ് പരിശ്രമിക്കുന്നത്. നീ ഒരു ഭർത്താവല്ലേ, ഇതിനെ കുറച്ച് അവകാശങ്ങളുണ്ട്, അത് നീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം നിൻ്റെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻസ് കൂടി നിനക്ക് മാനസിക രോഗം ഉണ്ടാവും. മനഃശാസ്ത്രം പറയുന്നത് നിങ്ങൾക്ക് ഡ്യൂ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും എല്ലാം ഇന്ന് ഈ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഭയങ്കര ബോധമാണ്. എന്നെ അയാൾ അബ്യൂസ് ചെയ്യുകയാണ്, എൻ്റെ അവകാശങ്ങൾ, എൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരെ കൈകടത്തുകയാണ്, എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം എനിക്ക് ലഭിക്കുന്നില്ല, ഇങ്ങനെ അങ്ങ് പ്രശ്നങ്ങളാണ്. ഈ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം, വേറൊരാളോട് സ്നേഹം എന്നുള്ള കടമയല്ല ഇവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്, അതിനുവേണ്ടി പോരാടണം, നീ ഇങ്ങനെ വെറുതെ വിട്ടുകൊടുക്കരുത്. ഇതാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. പോരാടി 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 അവസാനം എല്ലാം തല്ലിപ്പൊളിച്ചാലും പോരാട്ടം ഒരിക്കലും തീരില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പോരാടാൻ തീരുമാനിച്ചാൽ അവർ രണ്ടുപേരിൽ ആരും ജയിക്കില്ല, എല്ലാവരും തോക്കുള്ളൂ. ഓക്കെ, അപ്പൊ മനഃശാസ്ത്രപരമായ തത്വങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവർ പറയുന്ന ഉത്ബോധനം കൊണ്ട് നമ്മുടെ ജീവിതം കുളമാവുകയോ ഡൈവോഴ്സിലെത്തുകയോ ചെയ്യുകയോ അല്ലാതെ ക്രിസ്തീയ ജീവിതത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോയി ഒരു കോംപ്രമൈസിലോട്ട് എത്തിക്കണം. ഈ വഴി അല്ലാതെ മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഈ സ്നേഹത്തിന്റെ വഴി പറഞ്ഞു തരാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇപ്പൊ കള്ളു കുടിച്ചെന്ന് ഇടിക്കുന്ന ഒരാളോട് ഞാൻ ഞങ്ങളുടെ ചർച്ച വന്ന ഒരു സംഭവം പറയാം. ഞാൻ മനഃശാസ്ത്രം പ്രയോഗിച്ചതും അവരെന്നെ എങ്ങനെ തോപ്പിച്ചു കളഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരി, ഭർത്താവ് ഭയങ്കര മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തിട്ട് ചവിട്ടുകയും തുപ്പുകയൊക്കെ ചെയ്യും. മക്കൾ നോക്കിയിരിക്കുക തന്നെ, ഭയങ്കര വയലന്റ്. ഒരു ദിവസം ഈ സഹോദരി ഫോണിലൂടെ എന്നോട് സംസാരിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്, ഏത് സമയത്ത് ഞാൻ മരിക്കുന്ന അവസ്ഥയാണ്, മക്കളോടെല്ലാം പുള്ളി ഭയങ്കര ഹാർഡാണ്, മക്കളെയൊക്കെ അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും, ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം മാറി താമസിക്കും, കാരണം ജീവൻ പോകണ്ടല്ലോ, മാറി താമസിക്കും. എന്നിട്ട് എൽഡേഴ്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് അവരോട് സംസാരിക്കാൻ പറ, ഡൈവോഴ്സിനൊന്നും പോകരുത്, സെപ്പറേറ്റ് ആയിട്ട് താമസിക്കും, കുറച്ച് ദിവസം താമസിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പം ഇക്കാര്യം എന്നോട് പറയും, ഞാൻ കർത്താവിൻ്റെ ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞത് മാറിയൊന്നും താമസിക്കണ്ട, നീ തല്ലുകൊള്ളുവാണെ കൊണ്ടോ, കാരണം സ്നേഹം പഠിക്കാൻ വേണ്ടി നിന്നെ വിട്ടേക്കുന്ന സ്കൂളാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലായി, കൗൺസിലിംഗ് ആയിട്ട് ഇനി മേലെ പോകുമ്പോൾ വിവരമില്ലാത്തവരെടുത്തെ, പരിജ്ഞാനം ഇല്ലാത്തവരെടുത്തെ പോകാവൂ. കാരണം അവർക്ക് നമ്മളെക്കാൾ വിവരമായി. അവർ പറഞ്ഞു, എനിക്ക് കർത്താവ് തന്നത് സ്നേഹിക്കാൻ പറ്റാതെ ഞാൻ വിട്ടാൽ എൻ്റെ താലന്ത് കുഴിച്ചിടുന്ന പോലെയാവും, ഞാൻ ഒരു കാരണവശാലും ഈ പ്രഷ്യസ് ഗിഫ്റ്റ് കളയണ്ടെന്നാണ് കർത്താവിനോട് പറഞ്ഞത്. ഇതൊരു കൗൺസിലർക്ക് പറയാൻ പറ്റത്തില്ല. തട്ടിപ്പോയ കൗൺസിലർ ഉത്തരവാദിത്വം പറഞ്ഞു. വേറൊരു സഹോദരി, ഭർത്താവ്, എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു ഭർത്താവ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്. ഭാര്യയും മകനെയും രാത്രി ഇറക്കി വിടും, അവരും മുറ്റത്തെ മണലിൽ കിടക്കും. 6 മണിയാകുമ്പോൾ ഭർത്താവ് ഡോറ് തുറക്കും, ദേഷ്യപ്പെട്ട് ഇറക്കി വിടുന്ന ഭാര്യയും മക്കളെയും. രാവിലെ എഴുന്നേറ്റ് ഡോറ് തുറക്കുമ്പോൾ ഈ ഭാര്യ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ചായ ഒക്കെ ഇട്ട് കൊടുക്കും, ഭർത്താവ് അത് കുടിച്ചിട്ട് സുഖമായിട്ട് ഓഫീസിൽ പോകും. ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഭാര്യ പറയുന്നത്, ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഞാൻ കർത്താവിനെ അറിയത്തില്ലായിരുന്നു, ആ മനുഷ്യനെ ഒരു ക്രൂശായിട്ട് ആ മനുഷ്യന്റെ മേലെ എന്നെ തറച്ചിട്ടിട്ടാണ് കർത്താവ് ആരാന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇവരെ ആര് കൗൺസിൽ ചെയ്യും? ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനോ പാസ്റ്ററൽ കൗൺസിലറിനോ ഇവരെ തൊടാൻ പറ്റുമോ? പറ്റില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ റിസോഴ്സ് വന്നു കഴിയുമ്പോഴാണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊരു തലത്തിലേക്ക് ഇത് പോകുന്നത്. അതുപോലെ എത്രയെത്ര അബ്യൂസീവ് റിലേഷൻഷിപ്സ്. അതിനിടയിൽ ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ജ്ഞാനം, ആ ക്രിസ്തുവിന്റെ സഹനത്തോടുള്ള നമ്മുടെ താതാത്മ്യം, ഇതൊക്കെ ചിലപ്പോൾ ഒരു വിവാഹത്തിനകത്ത്
വരാം എന്നുള്ളതാണ്. ഞാൻ ചിലപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഇവരുടെ സഫറിങ് കേട്ടിട്ട്. പക്ഷെ 2 ദിവസം കഴിയുമ്പം ദേ ആർ ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഒരു റിസോഴ്സ് ഉണ്ട്, ഒരു ആന്തരിക മനുഷ്യന്റെ ബലം. കാരണം എഫേസ്യ ലേഖനത്തിന്റെ പ്രധാന പ്രതിപാദ്യം തന്നെ ഈ ആന്തരിക മനുഷ്യന്റെ ബലമാണ്. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ഒരു വാക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് 2 വാക്ക് പറയാൻ ഇങ്ങനെ ജഡം വരുമ്പം അകത്തെ മനുഷ്യൻ പറയണം, നീയാണ് പാവി, നീ വിട്ടേക്ക്, ഇറ്റ്സ് യുവർ കേസ്, യുവർ റെസ്പോൺസിബിലിറ്റി. അകത്തുനിന്ന് വരണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവിൽ നിന്നുള്ള പരിജ്ഞാനം പ്രാപിച്ച ആളാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ മാരേജ് ആണ്. ഇറ്റ്സ് റിമാർക്കബിളി ഡിഫറെൻറ്റ് ഫ്രം എ നോർമൽ സെക്യുലർ മാരേജ്. അവിടെ പല ഔട്ട്ലെറ്റുകളുണ്ട്. ഇതിനകത്ത് കർത്താവ് എന്ന ഒരൊറ്റ കണക്ഷനിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ വി വിൽ നോട്ട് ബി ലിവിങ് എ ക്രിസ്ത്യൻ ലൈഫ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഭർത്താവിന് ഭാര്യയുടെ വീട്ടുകാരെ ഇഷ്ടമില്ല, അല്ല ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടുകാർ ഇഷ്ടമില്ല, അമ്മായിമ്മ പോലെ. ഈ അമ്മായിമ്മ പോലും മക്കള് പോലും തമ്മിൽ, മരുമക്കൾ പോരുടെ ഒരു രസകരമായ കാര്യം എന്താണെന്നറിയാം? അമ്മായിമ്മയ്ക്ക് ഒരിക്കലും അറിയത്തില്ല ഈ അമ്മായിമ്മ പോരെടുക്കുക എന്നുള്ള കാര്യം. അമ്മായിമ്മയ്ക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. കാരണം അമ്മായിമ്മ പറയുന്നത് എൻ്റെ മോളെ പോലെയാണ് ഞാൻ കരുതിയെന്ന്. മോളെ പോലെ കരുതി ഒന്ന് പൊട്ടിച്ചു, അതാണ് പ്രശ്നം. പക്ഷെ മോളെ പോലെ കരുതി ഒന്ന് പൊട്ടിച്ചിട്ട് അമ്മ പറയുന്നത് ഞാൻ മോളെ പോലെ കരുതി, എൻ്റെ മോളെ ഞാൻ ഇതിലും കൂടുതൽ തല്ലാറുണ്ട്, പക്ഷെ അതുപോലെ ആ മോളെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഇവിടെ തല്ല് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുന്നത്, അപ്പൊ ഭാര്യയ്ക്ക് ഈ അമ്മയും അപ്പനെയും കാണാൻ മേല, അല്ല ഭർത്താവിൻ്റെ അമ്മയും അപ്പനെയും കാണാൻ മേല, അല്ല ഭർത്താവിന് ഭാര്യയുടെ അമ്മയും അപ്പനെയും കാണാൻ മേല. അപ്പൊ എന്താ ഒരു കോംപ്രമൈസ്? ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കാട്ടിൽ പോയി നിൽക്കുക, എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് എന്തായാലും ബൈബിൾ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്യുന്ന പോലെ അവിടെ പ്രായമായി അവിടെ പോയി നിൽക്കാം. പക്ഷേ 2 കാര്യമാണ് സംഭവിച്ചത്. ഒന്ന്, എൻ്റെ അപ്പൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് 2 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം പറയും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, നിനക്ക് ജോലിയൊന്നും ഇല്ല, നീ ഇവിടെ ചുമ്മാ നിൽക്കുവാണെന്ന് ചോദിക്കും. എവിടെ പോകുന്നതെന്ന് ചോദിക്കും. കാരണം പുള്ളി വേറൊന്നും കൊണ്ടല്ല, പുള്ളിയുടെ ചോദ്യങ്ങൾ അങ്ങനെയാണ്. അതുപോലെ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞാൽ സുവിശേഷ വേല ചെയ്യലുണ്ടാവില്ല, അപ്പനമ്മയെ നോക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കണം, അപ്പനമ്മയെ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ പരിപാടി നടക്കുള്ളൂ. അല്ലെങ്കിൽ കുടുംബ പ്രശ്നം തീർക്കാൻ മാത്രമേ സമയം. പുള്ളി ഒരു ഭയങ്കര വൈസ്മാനാണ്, പുള്ളിക്ക് അതുപോലത്തെ ഒരു കാഴ്ച പുള്ളി കാണുന്നത്. പ്രായോഗികമായ ഉപദേശം പുള്ളി പറഞ്ഞത്. ഇത് ക്രിസ്ത്യമായിട്ട് നോക്കുമ്പം അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇന്ന് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കാണുന്നത് ഈ സ്വന്തം അപ്പനെ അമ്മയും കാണുന്ന പോലെ ലോകത്താർക്കും അമ്മായിപ്പനും അമ്മായിമ്മയും കാണാൻ പറ്റത്തില്ല. സ്വന്തം അമ്മ തല്ലിയാലും ചവിട്ടിയാലും ക്ഷമിക്കും, പക്ഷെ ഈ അമ്മായിപ്പനും അമ്മായിമ്മയും തോണ്ടിയാൽ പോലും ജീവിതകാലം കൊണ്ട് ഓർത്തിരിക്കും. ഒരു സഹോദരിയുണ്ട്, പുള്ളിക്കാരിയുടെ ഒരിക്കൽ അമ്മായിമ്മ പറഞ്ഞു, കൊച്ചിനെ കളിപ്പിക്കാൻ നേരത്ത് ഒരടി ഞാൻ വെച്ചതാണ്, ഇങ്ങനെ പറയില്ല നമ്മൾ കുഞ്ഞിന്, എന്നെ തല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. സ്വന്തം അമ്മയാണെങ്കിലോ ഇതൊരു ഭയങ്കര ഞാണിന്മേൽ കളിയാ എപ്പോഴാ. അപ്പോൾ ഈ കോംപ്രമൈസ് എന്താ? നിങ്ങൾ സെപ്പറേറ്റ് താമസിക്കും, ഇതാണ് കോംപ്രമൈസ്. ശരിയല്ലേ? എനിക്കെന്നാ അവരെ നോക്കാൻ പറ്റത്തില്ല, കേട്ടിട്ടില്ലേ? ഇത് ഭാര്യമാര് ഭർത്താവിന്റെ അമ്മമാരെ നോക്കുന്ന കാര്യം മാത്രമല്ല, ഭർത്താവിന്റെ അമ്മമാര് ഭാര്യയുടെ അമ്മയപ്പനെ നോക്കുന്ന കാര്യം കൂടെയാണ്. അവിടെ എല്ലാ ചോദ്യം കോംപ്രമൈസ് ആയി പോയാൽ നമ്മൾ നല്ല കുടുംബജീവിതമായിരിക്കും, ഭാര്യയും ഭർത്താവും ഭയങ്കര അടിപൊളിയായിരിക്കും, പക്ഷെ they will not be Christians. ക്രിസ്ത്യാനികളായിരിക്കില്ല. They will find a good equilibrium. They will go around together, enjoy with their children. അവർ സുന്ദരമായിട്ട് തമാശം പറഞ്ഞ് കളിചിരിയോടെ ജീവിക്കും. ബട്ട് ക്രിസ്ത്യൻ ലൈഫ് ആയിരിക്കത്തില്ല. ക്രിസ്ത്യൻ ലൈഫിൽ ക്രൂശില്ലാതെ പറ്റില്ല. നമ്മുടെ വഴിയിൽ മുഴുവൻ ക്രൂശായിരിക്കും. അതിനെ ഭയപ്പെട്ടാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് മാത്രമേ ജീവിക്കുകയുള്ളൂ. ഭയപ്പെട്ടില്ലെങ്കിൽ, പണ്ടാരണ്ട് പറഞ്ഞ പോലെ, ഒരു കൊച്ചു പറഞ്ഞ പോലെ, ഞാൻ കള്ളം പറഞ്ഞാൽ അമ്മ എന്നെ അടിക്കല, സത്യം പറഞ്ഞാൽ അമ്മ എന്നെ തല്ലും, കള്ളം പറഞ്ഞാൽ അപ്പൻ പട്ടിയിറച്ചി കഴിക്കും. കേട്ടിട്ടുണ്ടോ അത്? കേട്ടിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം. കള്ളം പറഞ്ഞാൽ
സത്യം പറഞ്ഞാൽ അമ്മ അടിക്കും, പറയാൻ പാടില്ല. കള്ളം പറഞ്ഞാൽ അപ്പൻ പട്ടിയിറച്ചി തിന്നും. കാരണം ഇത് കൊടുത്തേക്കുന്ന ഇറച്ചി എന്താണ്? ഇങ്ങനെ എങ്ങും എത്താത്ത പോലെ അപ്പുറവും ഇപ്പുറവും പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ നല്ല സമാധാനമായിരിക്കും. പക്ഷെ അത് ദൈവം തന്ന സമാധാനമായിരിക്കില്ല, അത് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുത്ത ആർട്ടിഫിഷ്യൽ സമാധാനമായിരിക്കും. അതൊരിക്കലും നമ്മളെ വിശദീകരിക്കത്തില്ല. വിശുദ്ധീകരണത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ജീവിതകാലം ഒരു യുദ്ധത്തിന് നമ്മൾ റെഡിയായിരിക്കണം. അവിടെ തോറ്റു പോകാനും റെഡിയായിരിക്കണം, തകർന്നു പോകാൻ റെഡിയായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധീകരണത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുള്ളൂ. അല്ലേ നമ്മൾ പൗലോസ് പറഞ്ഞ പോലെ ഭർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കണം, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന് മുകളിൽ. അപ്പൊ ഒരു പുരുഷായുസ്, ഒരു കുടുംബജീവിതം മുഴുവൻ നമ്മൾ നന്നായി കുടുംബജീവിതം നയിച്ചവരുടെ ലൈഫ് ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാത്തതിന്റെ കാര്യം അവർ പരസ്പരം ഉണ്ടാക്കിയ കോംപ്രമൈസുകളിൽ അവർ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. ദൈവഭക്തിയോടെ ജീവിക്കാൻ ആര് ശ്രമിച്ചാലും, അത് ഭാര്യ ശ്രമിച്ചാലും ഭർത്താവ് ശ്രമിച്ചാലും, വീട്ടിലും നാട്ടിലും ചർച്ചിലും അപ്പൻ്റെ അമ്മയുടെ ഇതെല്ലാം വാള് വരും. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വാള് വരുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. യു കാനോട്ട് കോംപ്രമൈസ് ആൻഡ് ലീഡ് എ ഗുഡ് ഫാമിലി ലൈഫ് ആൻഡ് സ്റ്റിൽ ക്ലെയിം ടു ബി ക്രിസ്ത്യൻസ്. അതേ സമയത്ത് കോംപ്രമൈസ് ചെയ്യാതെ, എന്ത് കോംപ്രമൈസ് ചെയ്യാതെ? ഈ കോംപ്രമൈസ് ഉള്ള വാക്ക് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം. ഇന്ന് രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വേണം. അപ്പോൾ ഭാര്യ പറയാം, അതുണ്ടാക്കാൻ പറ്റത്തില്ല, അതുണ്ടാക്കാൻ ഒത്തിരി സമയം വേണം, എനിക്കിന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, നമുക്ക് രാവിലെ ബ്രെഡ് മുട്ടയും കഴിക്കാം. ഇല്ല, കോംപ്രമൈസ് ചെയ്തെന്ന് പാസ്റ്റർ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കോംപ്രമൈസ് ചെയ്ത ജീവിതം ക്രിസ്ത്യൻ ലൈഫ് അല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എനിക്ക് ദോശ, പാലപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി തരണം. ഇതാണ് കോംപ്രമൈസ് ഇല്ലാത്ത ആള്. അത് ആ കോംപ്രമൈസ് ഇല്ലായ്മയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവിടെ എല്ലാം കോംപ്രമൈസ് ചെയ്താൽ നമുക്കൊരു നഷ്ടമില്ല. ബ്രെഡ് തിന്നാലും നഷ്ടമില്ല, ഒന്ന് തിന്നില്ലേലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ ഗ്ലോറി ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ സാക്ഷ്യം വേറൊരാളുടെ വെളിവാകുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ, അല്ലെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർത്തപ്പെടുമ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം ഓർഡിനറി പീപ്പിൾ. യു കാനോട്ട് ലീഡ് എ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്. അപ്പൊ ഞാൻ ഇത് ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ നോക്കുക. ഒന്ന് നോക്കിയിട്ട്, ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് നോക്കണമെന്നില്ല, പിന്നെ നോക്കിയാലും മതി. ആലോചിക്കുക, ആരാണ് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ആൾക്ക് സബ്മിറ്റ് ആയിക്കോളുക. അതാ നമ്മുടെ വഴി, അതാ നമ്മുടെ രക്ഷ. ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. എപ്പോൾ ആലോചിച്ചാലും മനസ്സിലാവും. നമുക്ക് ഈ ഒരു ആലോചനകർത്താവ് ഒരിക്കലും മാറിയിരിക്കുന്നില്ല. ഏതാ? ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്ന ആലോചനകർത്താവ് നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനിച്ച ഒരാളിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കുന്നില്ല. എപ്പോഴും നമുക്ക് മനസ്സിലാവും, കർത്താവായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമാൻ. ഇത് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ആ ഒരു ഉപദേഷ്ടാവ് മാറിയിരിക്കുന്നില്ല. യു വിൽ കം ടു നോ വാട്ട് ജീസസ് വുഡ് ഹാവ് ഡൺ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ ഞാൻ കൗൺസിൽ ചെയ്യുമ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ, എനിക്ക് ദൈവത്തിൻ്റെ ഹിതം നിറവേറണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ രക്തം വിയർപ്പ് തുള്ളികളായി നിലത്ത് വീണേക്കാം, നമ്മുടെ കുഴലുകൾ പൊട്ടിപ്പോയേക്കാം, നമ്മുടെ ഹൃദയം നിന്നു പോയേക്കാം. പക്ഷെ അതിനേക്കാളും വലുത് ദൈവത്തിൻ്റെ ഹിതമാണ്. ആള് വന്നേക്കാം, തല പോയേക്കാം. പക്ഷെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി കനോട്ട് ബി ക്രിസ്ത്യൻസ്. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കോംപ്രമൈസുകളുടെയും എല്ലാ ജീവിത സാഹചര്യങ്ങളുടെയും മുകളിൽ രാജത്വം എടുക്കേണ്ട വിഷയമാണ്. So I am not speaking about a wife submitting to her husband or a husband submitting to his wife. Instead, submitting to Christ. ആ പുതിയ ജീവന്റെ റിസോഴ്സ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഈ പഴയ ജീവന്റെ റിസോഴ്സസുകളോട് മരിക്കാനുള്ള ആ മരണത്തിന്റെ കൂട്ടായ്മയിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ വിവാഹ സെമിനാറുകൾ എന്നൊക്കെ പറഞ്ഞ്
ഉപദേശിക്കുന്ന മുഴുവൻ കോംപ്രമൈസ്, മിഡിൽ ഗ്രൗണ്ട്. പക്ഷേ മിഡിൽ ഗ്രൗണ്ടിലല്ല സമാധാനം ഉണ്ടാകുന്നത്. എൻ്റെ അൾട്ടിമേറ്റ് സമാധാനം എന്താണ്? എൻ്റെ അൾട്ടിമേറ്റ് സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് തരുന്നതാണ്, അല്ലേ? അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു സ്പിരിച്വൽ ക്വാളിറ്റി? ഒരാൾ ഒരു ഹസ്ബൻഡ് ആകാനുള്ള യോഗ്യത എന്താണ്? അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്രിസ്ത്യാനിയുടെ യോഗ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മൾ നിറയപ്പെടുന്നവരാകുക എന്നുള്ളതാണ്. വി ഷുഡ് ഹാവ് എ ഹെവൻവേർഡ് പെർസ്പെക്റ്റീവ്. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളിലോട്ട് ഞാൻ കയറാൻ പോവാണ്. ഒരു വീട് പണിയാൻ പോകുന്നു. വീട് പണിയാൻ പോകുമ്പോൾ 2 പേർക്കും 2 ചോയ്സാണ്. സത്യം പറഞ്ഞ പുതിയ അക്വാഫീനയാണ് ഞാൻ ആ സീല് പൊട്ടിച്ചത്. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ എഫേസ്യ ലേഖനത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ആദ്യം കാണേണ്ടത് ഇതിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ. ആദ്യത്തെ 3 അധ്യായങ്ങൾ, ഞാൻ ആ വീടിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലേ, അങ്ങോട്ട് വരാം. ആദ്യത്തെ 3 അധ്യായങ്ങൾ പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കോളിനെ കുറിച്ചും അവന് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുമാണ്. ഓക്കെ, ആ അനുഗ്രഹങ്ങളുടെ വലിയൊരു ലിസ്റ്റ് അവിടെ കൊടുത്ത ശേഷം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, 6-ാം വാക്യം 2:6 പറയുന്നു, ഈ ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ. അപ്പൊ ഭാര്യയും ഭർത്താവും 2 പേരും എവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയാണ്, 8, 9, 10, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ആകയാൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പം റിസോഴ്സസ് ആദ്യം ഒരുക്കി വെച്ചു, അല്ലെ? ജീവിക്കാൻ വേണ്ട എല്ലാ റിസോഴ്സസ് ഒരുക്കി വെച്ചു. നമ്മളെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ക്രിസ്തുവിന്റെ കൂടെ മരിക്കാൻ അനുവദിച്ചു, ഉയർത്തെഴുന്നേൽക്കാൻ അനുവദിച്ചു, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഇവിടെ ജീവിക്കാൻ വിട്ടിരിക്കുന്നു. എങ്ങനെ ജീവിക്കാൻ വിട്ടിരിക്കുന്നു? സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളുമായി ഇവിടെ ജീവിക്കാൻ വിട്ടിരിക്കുന്നു. കണ്ടോ എങ്ങനെയുണ്ട്? കർത്താവ് എന്താ ചെയ്തേക്കുന്നേ? നമുക്ക് എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ ഒരുക്കി വെച്ചിട്ട്, ക്രിസ്തുവിൽ നമ്മെ മരണത്തിനേൽപ്പിച്ചിട്ട്, അവനിലൂടെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിട്ട്, സ്വർഗത്തിൽ അവന്റെ കൂടെ ഇരുത്തിയിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾ ഭൂമിയിൽ പോയി ജീവിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഇവിടെ ആയതുകൊണ്ട് ഈ സ്വർഗത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുള്ളതാണ്. അത് ഈ ഭൂമിയിൽ കർത്താവിന്റെ ജീവനാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാം. എന്തൊക്കെ അനുഭവിക്കാം? വീണ്ടെടുപ്പ്, ജ്ഞാനം, പരിജ്ഞാനം, അവിടെ പറഞ്ഞിട്ടുണ്ട് വലിയൊരു ലിസ്റ്റ്. എന്നിട്ട് 3:16 പറയാണ്, അപ്പൊ ഇപ്പൊ നമ്മളെ കാണിച്ചെന്താണെന്നറിയോ? സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു, ഭൂമിയിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ, അതായത് ക്രിസ്തുവിന്റെ ധനത്തോടെ ജീവിക്കാൻ, ഏറ്റവും മുതലാളിയായിട്ട് ജീവിക്കാൻ. ഏത് മുതലാളിയാ? ക്രിസ്തുവിൽ ഏറ്റവും ധനമുള്ളയാൾ. ഈ ക്രിസ്തുവിലെ ധനം എന്ന് പറഞ്ഞാൽ എന്താ ഉദാഹരണം? എന്താ അർത്ഥം?
നമുക്ക് ഇഷ്ടമുള്ള എന്തും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭൂമിയിലെ ധനവാന്മാരാ, അല്ലേ? ശരിയല്ലേ? ഭൂമിയിലെ ധനവാൻ ആരാണ്? ഇപ്പൊ എനിക്കൊരു കാർ വാങ്ങിക്കണം തോന്നാണ്, ഉടനെ ഒരു കാർ വാങ്ങിക്കാൻ എൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ്? ധനവാൻ. എനിക്കൊരു വീട് വെക്കണം തോന്നിയാ ശരി, അടുത്ത ദിവസം തുടങ്ങിയേക്കാം വീട് പണി എന്ന് പറയുവാണെങ്കിൽ അവൻ ആരാണ്? ധനവാൻ. അപ്പൊ ക്രിസ്തുവിൽ ധനവാൻ എങ്ങനെയായിരിക്കും? ക്രിസ്തുവിലെ ധനവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും ഉപദ്രവിച്ച ആളെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമുള്ള റിസോഴ്സ് ഉള്ളിൽ കാണും. ക്രിസ്തുവിൽ ധനവാൻ. എത്ര വലിയ കഠിനമായ പാപം നിങ്ങൾക്കെതിരെ ചെയ്താലും അത്രയും നിങ്ങൾക്ക് ക്ഷമിക്കാൻ മാത്രമുള്ള ധനം നിങ്ങളുടെ ഉള്ളിൽ കാണും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ ധനം എന്ന് പറയുന്നത്. പറഞ്ഞു എനിക്ക് അവനോട് മാത്രം ക്ഷമിക്കാൻ പറ്റത്തില്ല ബ്രദറെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ധനം ഭയങ്കര ധനമാണ്. ഇത്രയും വലിയ ധനം നമുക്ക് തന്നിട്ട് അവനോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല, ബാക്കി എല്ലാവരും ഞാൻ ക്ഷമിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം എന്താ? ഭയങ്കര മുതലാളിമാരാണ്. മുതലാളിമാരുടെ കയ്യിൽ ഇഷ്ടം പോലെ കൊടുത്തേക്കുന്ന എന്താ? ഈ ആത്മീക അനുഗ്രഹമാണ്. അപ്പം ആളുടെ ഒരു മിണ്ടില്ലെന്നോ ഇന്നാരുടെ കൂടെ ഞാൻ ജീവിക്കത്തില്ലെന്നോ ഇനി മേലെ ഞാൻ ജീവിക്കില്ലെന്നും പറയാൻ പറ്റില്ല. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാണ്. അത് പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പം അവന്റെ തേജസ്സിലേക്കും മഹത്വത്തിലേക്കും അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് തന്നിരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ജീവനും ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള കഞ്ഞി കുടിക്കാനുള്ള വകയും, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചർച്ചിൽ പോയി സ്തോത്രാഴ്ച ഇടാനുള്ള വകയും ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അതിന്റെ താഴെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലൂടെ വരുന്ന ധനം അതെന്ന്. അതായത് അടുത്ത വാക്യത്തിൽ പറയുന്നത് ആ ജീവൻ കഴിക്കാൻ, അതായത് ഏത് ജീവൻ ജീവിക്കാനുള്ള ധനമാണ്? നമ്മൾ ഈ ലോകത്തിൽ ആവശ്യമായിട്ട് ജീവിക്കുന്ന ഈ ലോകത്തിലെ ജീവിതം ജീവിക്കുന്ന ധനമല്ല, ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളാൽ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടത്ര ധനം, ആരോട് വേണമെങ്കിലും ക്ഷമിക്കാനുള്ള ധനം, ഏതവനെ വേണമെങ്കിലും സ്നേഹിക്കാനുള്ള ധനം. ഏതവനെ വേണമെങ്കിലും സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും വിശദീകരിക്കാൻ, ലോകത്തിലുള്ളവരെ സ്നേഹിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. നമ്മുടെ അടുത്തേക്ക് ദൈവം കൊണ്ടുവരുന്ന എല്ലാവരും, ഏത് അയൽക്കാരനും, ഇപ്പൊ നമ്മുടെ സഹായത്തിനായി വരുന്നവർ, നമ്മുടെ അടുത്ത് കാണുന്നവർ, നമ്മുടെ എൻകൗണ്ടറിൽ വരുന്നവർ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എൻകൗണ്ടർ വരുന്നവർ, ചായ വാങ്ങിക്കാൻ വേണ്ടി ചായക്കട കയറുമ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ അവൻ ഉൾപ്പെടെ, നമ്മൾ ആരുമായെല്ലാം ഒരു എൻകൗണ്ടറിൽ വരുന്നോ അവരെല്ലാം സ്നേഹത്തോടെ ക്രിസ്തുവിന്റെ മനസ്സോടെ നോക്കാൻ മാത്രമുള്ള ധനം. ഇത്രയും ധനം കൈവച്ചുകൊണ്ടാണ് നമ്മൾ വെറും ദരിദ്രവാസികളായിട്ട് ഒരാളെ പോലും സ്നേഹിക്കാൻ പറ്റാതെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ് ഇത്രയും ധനം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടാ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കും നമ്മൾ പറയുമ്പോൾ അതിന് മുമ്പ് എന്തുണ്ട്? അങ്ങനെ ജീവിക്കാനുള്ള സകല ധനവും കർത്താവോടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, 3:16 വരുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയാണ് എഫേസ്യ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ 5-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. അതിന്റെ 16-ാം വാക്യം മുതൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന വേദപുസ്തകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്നാണ്. അതിന്റെ കാരണം അതിന് മുൻപുള്ള ഭാഗം, ഈ പ്രാർത്ഥനയ്ക്ക് മുൻപുള്ള അപ്പോസ്തലിക ലേഖനങ്ങളെല്ലാം നീതീകരണത്തെക്കുറിച്ചും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അപ്പോസ്തലിക ഭാഗങ്ങളെല്ലാം വിശുദ്ധീകരണത്തെക്കുറിച്ചുമാണ് പഠിപ്പിക്കുന്നത്. അതിന് പുറകിലുള്ളതെല്ലാം നിങ്ങൾ വായിച്ചാൽ മുഴുവൻ പറയുന്നത് ദൈവം നമ്മളെ സൗജന്യമായി രക്ഷിച്ചു, പുത്രന്റെ മടിയിൽ ഇരുത്തിയിരിക്കുന്നു, ക്രിസ്തു നിങ്ങളുടെ പ്രവർത്തികൾ കാരണമല്ല, നിങ്ങളും കാരണമല്ല. നമ്മുടെ നീതീകരണം ഫുൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എഫേസ്യ ലേഖനം 3:15 വരെ. അപ്പൊ നമുക്കിത് ധനമെല്ലാം ഉണ്ട്, ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇനി 3:16 മുതൽ ഒരു പ്രാർത്ഥന, 3:16 പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഇത് ഡ്രോ ചെയ്ത് ഈ ബാങ്കിൽ കിടക്കുന്ന, അക്കൗണ്ടിൽ കിടക്കുന്ന ഈ ധനം ക്രിസ്തുവിന്റെ നാമത്തിൽ കിടക്കുന്ന, അല്ലെ? ആരുടെ നാമത്തിൽ കിടക്കുന്ന? അപ്പൊ നമ്മൾ അവകാശികളായത് ക്രിസ്തുവിലായതുകൊണ്ട്. അപ്പൊ ഞാൻ ക്രിസ്തുവിലുള്ള ആളാണെങ്കിൽ ക്രിസ്തുവിന്റെ നാമമാണ് ആ ചെക്ക്. അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എടുക്കാം? ഈ ധനം മുഴുവൻ നമുക്ക് എടുക്കാം. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ 3:17. 3:16-17 പറയണം, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യന്മാരിലുള്ള ഒരാളായിരുന്നു. ആന്തരിക മനുഷ്യൻ, അതായത് ഇമോഷണൽ കപ്പാസിറ്റി നോക്കി കഴിഞ്ഞാൽ ദുർബലനായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർ സമയത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആങ്സൈറ്റി ഉണ്ടാവും. കാരണം ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, എന്തെങ്കിലും സംഭവിച്ചു കാണുമായിരിക്കും, അല്ലെ പണ്ടേ വരേണ്ടതാണ്.
സിനിമയും നാടകവും കഥയൊക്കെ കണ്ട ഒരു പാട്ട് കേട്ടാൽ ഞാനിന്ന് കരയുമായിരുന്നു. കാരണം വെരി ഈസിലി ഇമോഷണലി ടച്ച്ഡ്. ചുമ്മാ ഇരുന്ന് കരയും. അവരുടെ ദുഃഖത്തിനകത്ത് പെട്ടെന്ന് ഇപ്പം സന്തോഷം കണ്ടാലും കരയും. ഒരു നല്ലൊരു സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ട ഉടനെ ഒരു ബലവും ഇമോഷണലായിട്ട് ഒരു കപ്പാസിറ്റിയും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഈ ആന്തരിക മനുഷ്യൻ ശക്തനാകുന്ന കർത്താവിൻ്റെ ധനം കൊണ്ട് മാത്രം. ഞാൻ പണ്ട് ഇങ്ങനെ വലിയ ആവേശത്തിൽ ഒരു പുസ്തകത്തിൻ്റെ ബാക്കിൽ എഴുതി വെച്ചു, കർത്താവെ, ഈ രക്തസാക്ഷികളുടെ ഒരു ബുക്കായിരുന്നത്, രക്തസാക്ഷികളുടെ ഒരു ബുക്കിൻ്റെ അവസാനത്തെ പേജ് വെച്ചു, കർത്താവെ, നിന്റെ നാമത്തിന് വേണ്ടി ഇങ്ങനെ ഈ രക്തസാക്ഷികൾ ഒരാളായി മാറാൻ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഒരു പേപ്പർ എഴുതി. അപ്പോൾ ആ ബുക്കിന് അവസാനം 3-4 വെള്ള പേപ്പർ ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ സ്റ്റേപ്പിൾ ഇട്ട് മുഴുവൻ ക്ലിപ്പ് ചെയ്ത പുസ്തകം എവിടെ വെച്ചായിരുന്നു. ഇപ്പം പുസ്തകം കാണുന്നില്ല, അതെവിടെ പോയെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അത്രയൊന്നും ഉള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല. കാരണം ഫോക്കല്ല, ഒരുത്തൻ കൈ ചൂണ്ടി വരട്ടിയാൽ തന്നെ എൻ്റെ ഗ്യാസ് പോകുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ നിൽക്കും? അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത് നിൽക്കാൻ ദൈവം കൃപ തന്നാൽ മാത്രമേ പറ്റുള്ളൂ. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ തക്ക സമയത്ത് ദൈവം ആ കൃപ തന്നില്ലെങ്കിൽ ഞാൻ വെറും ഒരു. അപ്പൊ ഈ ദൈവത്തിന്റെ ധനത്താൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പറ്റുള്ളൂ. ആന്തരിക മനുഷ്യന്റെ ശക്തി മുഴുവൻ കർത്താവിൽ നിന്ന് വരുന്നത്. നമ്മുടെ മൈൻഡ് പവർ അല്ല, അത് നമ്മുടെ വിൽ പവർ അല്ല. വിൽ പവർ കൊണ്ട്, എൻ്റെ ചേസ് എന്ന് പറയുന്ന ഒരാളുടെ വിൽ പവർ കൊണ്ടോ മൈൻഡ് പവർ കൊണ്ടോ ജീവിക്കാവുന്ന ഒരു ജീവിതം അല്ല എന്നെ കർത്താവ് കടത്തിവിട്ട ജീവിതം. ഒരുപക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു ജീവിത വഴികളിലൂടെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ആന്തരിക മനുഷ്യന്റെ ശക്തി അത് എത്ര ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആയി മുഴുവൻ പറഞ്ഞു തരുന്നത്. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് പ്രാക്ടിക്കലിനെ കുറിച്ച് ഞാൻ പറയാൻ നിവൃത്തി ഉണ്ടേ പറയാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര പൊട്ടന്മാരല്ല, നമുക്കറിയാം ഇതൊക്കെ അല്ലേ. നമുക്ക് ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് നമ്മുടെ ഉള്ളിൽ കറക്റ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നത് 3:17 ഇങ്ങനെയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. അപ്പം ഈ 16-ാം വാക്യം ഒന്നുകൂടെ നോക്കാം. അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. നമ്മൾ സാധാരണ ബലപ്പെടുന്ന പുറത്തെ മനുഷ്യനില്ല. ഈ പുറത്തെ മനുഷ്യന് ബലപ്പെടുന്നത് എങ്ങനെയാ? കഴിച്ചു മാത്രമല്ല. ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന വെച്ചാൽ, ഒരു മാരിറ്റൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന വെച്ചാൽ, പുറമേയുള്ള മനുഷ്യൻ എങ്ങനെയാ ബലപ്പെടുന്നത്? പുറമേയുള്ള മനുഷ്യന് ഒറ്റ അംബീഷനുള്ളൂ, ആർഗ്യുമെന്റിൽ മറ്റേ ആളെ തോപ്പിച്ച് ഇരുത്തുക. അപ്പൊ ആര് ജയിച്ചു? പുറമേയുള്ള മനുഷ്യൻ ജയിച്ചു. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ കേൾക്കുന്ന ആൾക്കാരുടെ മുമ്പിലെല്ലാം ഞാനൊരു പാവമെന്ന് വരുത്തി തീർത്താൽ രക്ഷപ്പെടും. അത് വേറൊരു ടെക്നിക്കാണ്. അപ്പൊ ഇതാണ് പുറമേയുള്ള മനുഷ്യൻ ചെയ്യുന്നത്. പുറമേയുള്ള മനുഷ്യൻ മനുഷ്യരുടെ സിമ്പതി ആഗ്രഹിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ആർഗ്യൂ ചെയ്യുന്നു. ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, കുടുംബത്തിനകത്തും വെളിയിലും. അപ്പൊ ഈ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പുറം മനുഷ്യൻ ശക്തനാവുക. അകം മനുഷ്യൻ ശക്തനാവണമെങ്കിൽ എന്ത് ചെയ്യണം? കത്തി നിൽക്കുമ്പോൾ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. കർത്താവേ സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. അവിടെയാണ് ആന്തരിക മനുഷ്യന്റെ ബലം എന്ന് പറയുന്നത്. ആ കത്തി നിൽക്കുമ്പോൾ അകത്തുനിന്ന് സ്നേഹം ഇങ്ങനെ ബബിൾ ചെയ്ത് വരണം. അയ്യോ വയ്യാന്ന് പറഞ്ഞവരെല്ലാം അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? അത് തന്നെയാണ്. നിസ്സഹായതയിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. നിസ്സഹായതയിൽ ചെല്ലുമ്പോൾ ഒരു പ്രയോജനമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിലല്ലാതെ ആരും ആശ്രയിക്കുന്നില്ല. ഇപ്പോൾ ഒരാള് കാലൊടിഞ്ഞ് കസേരയിലിരിക്കുകയാണ്. ക്രച്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എത്തിക്കുത്തി നടക്കും അല്ലേ? നടക്കും. ഒരു വാക്കർ കൊടുത്താലും പുള്ളി നടക്കും. അപ്പൊ പുള്ളിക്ക് പകുതി ബലം പുള്ളിയുടെ, പകുതി ബലം വാക്കറിന്റെ. അപ്പൊ പുള്ളി ശരിക്കും പറയുന്നത്, എന്നെ ഒന്ന് സഹായിച്ചാൽ. തളർന്നു കിടക്കുന്നയാളോ? അയാൾ ആരുടെ സ്ട്രെങ്തിൽ മാത്രം ആശ്രയിക്കുന്നത്? എടുത്തുകൊണ്ട് പോകുന്ന ആളുടെ. അപ്പൊ കർത്താവിന്റെ ബലത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറ്റണം? നമ്മൾ ബലഹീനരാണെന്ന് തോന്നുന്നതുവരെയും നമ്മുടെ സ്ട്രഗിൾ, നമ്മുടെ ടാർഗറ്റ് അത്ര ഉയർന്നതായിരിക്കും. ഉദാഹരണത്തിന്
വേറെ രീതി പറഞ്ഞ ഇതിന്റെ മുകളിൽ തൊടണമെന്നാണ് എന്റെ ടാർഗറ്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ഹൈറ്റ് വരെ തൊട്ടാൽ മതി. എനിക്ക് വേണമെങ്കിൽ ആരുടെ സഹായം തേടാം. നിങ്ങളുടെ സഹായം തേടി എന്നെ പൊക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്നാൽ എനിക്ക് എത്തുന്ന ഒരു ദൂരമുണ്ട്. ശരിയല്ലേ? ഇതിന് ഏറ്റവും മുകളിൽ തൊടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആരെങ്കിലും എന്നെ എടുത്ത് പൊക്കേണ്ടി വരും. അപ്പൊ ഞാൻ എന്റെ വെയിറ്റ് മാക്സിമം വരാതെ എന്റെ ഉള്ള ശക്തി കൂടെ ബലം പിടിച്ചാലോ? അപ്പൊ ഉള്ള ബലം കളഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഞാൻ നിസ്സഹായനായി പോയാൽ പിന്നെ ആ പണി നടക്കുകയുള്ളൂ. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പോൾ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവിന്റെ സ്നേഹം ആയതുകൊണ്ട് അത് ഇരുട്ട് കൂടുന്തോറും തെളിഞ്ഞു തെളിഞ്ഞു വരേണ്ട ഒരു കാര്യമായതുകൊണ്ട്, അതായത് നമ്മുടെ ഉള്ളിൽ ചുറ്റും അന്ധകാരം വ്യാപിക്കുമ്പം അല്ലെ, ഈ സ്നേഹം കൂടുതൽ തെളിഞ്ഞു തെളിഞ്ഞു വരേണ്ട കാര്യമായതുകൊണ്ട് ഇതൊരു മനുഷ്യനാൽ അസാധ്യമാണ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ എല്ലാ പോയിന്റും മനുഷ്യനാൽ അസാധ്യമാണ്. മനുഷ്യനാൽ സാധിക്കാൻ പോയാൽ അവൻ കോംപ്രമൈസ് ചെയ്യും. ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എവിടാന്നറിയോ? ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ 14-ന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ വായിക്കാം, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ. അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കാം. 25 തൊട്ട് വായിക്കാം. ഞാൻ വായിക്കാം. ഓക്കെ, 25. ഏറിയ പുരുഷാർ അവനോട് പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ ആണോ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അടുത്ത വാക്യം, നിങ്ങളിൽ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇനി രണ്ട് കഥകളാണ് പറയുന്നത്. ഒന്നൊരു ഗോപുരം പണിയുന്ന കാര്യവും മറ്റൊന്നൊരു യുദ്ധം ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ? വീട് പണിയുന്ന കാര്യമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ റിസോഴ്സ് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പണിയായിരുന്നു. പക്ഷെ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഗോപുരം പണിയാണ്. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എന്തിനുള്ള പൈസ ഉള്ളൂ? ഒരു വീട് പണിയാനുള്ള പൈസ കഷ്ടിച്ച് സംഘടിപ്പിച്ചേക്കുന്ന നമുക്ക് ഈ നാട്ടുകാർക്ക് എല്ലാം ഉള്ള ഏറ്റവും വലിയ അംബീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് പണിയണം, സ്വസ്ഥമായിട്ട് അതിനകത്ത് താമസിക്കണമെന്നാണ് അല്ലേ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, മനുഷ്യർ ജീവിക്കുന്നത് തന്നെ വീട് പണിയാനാണ്. വീട് പണിയുന്നു, വീടിനകത്ത് കിടക്കുന്നു, ആള് മരിക്കുന്നു, ഒരു കുഴപ്പമില്ല, വീടിനകത്ത് കിടന്ന് മരിച്ചു. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാക്കുന്നത്, അല്ലെങ്കിൽ വല്ല വാടക വീട്ടിലും കിടന്ന് മരിക്കേണ്ടി വരും. എവിടെ മരിച്ചാലും ശ്വാസം പോയതാണ് അല്ലേ? അപ്പൊ പല ആൾക്കാരും വീട് പണിയുന്നതാണ് ജീവിത ലക്ഷ്യം. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, ഏതെങ്കിലും ഇതിനിടയിൽ ഒരുത്തൻ വീട് പണിയാൻ വേണ്ടി പാഞ്ഞടക്കുന്നതിനിടയിൽ ഒരുത്തൻ പറയാണ് വീട് വേണ്ട, ഗോപുരം പണി. ഈ ഗോപുരം പണി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എനിക്കൊന്ന് മലയാളികളായിരിക്കും ലോകത്ത്. കാരണം ഗൾഫിലൊക്കെ പണിയുമ്പം അവരേതെങ്കിലും ഒരു ട്രെഞ്ചിലോ സാധാരണ ഒരു ബെഡിലൊക്കെ കിടന്ന് ഇവിടെ വന്ന് കേരളത്തിലാണ് അവർ ആരായിരുന്നുള്ളത് തെളിയിക്കാൻ ഒരു ഗോപുരം പണിയണമെന്ന് ആഗ്രഹം തോന്നുന്നു. കേരളത്തിലെ അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇവിടെ വന്ന് മഹാമാളിക പണിയുന്നിട്ട് അവിടുത്തെ അറബികൾ വന്ന് പേടിച്ചു പോയിട്ട് പറഞ്ഞിട്ട് ഇത് ആരുടെ വീടാന്ന് വിചാരിച്ചു. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഈ വീട് പണിയാൻ വേണ്ടി എല്ലാവരും ഓടി നടക്കുന്ന സമയത്ത് ഒരാൾ ഗോപുരം പണിയാൻ വേണ്ടി പോവാണ്. അപ്പൊ കർത്താവ് പറയാം, മോനെ കയ്യിൽ കർത്താവല്ല ചുറ്റുമുള്ളവർ പറയാം, പൈസ ഉണ്ടല്ലേ പണിക്ക് പോകാവും. അപ്പൊ ഇവൻ വീട് പണിയാനുള്ള പൈസയും കൊണ്ട് ഗോപുരം പണിയാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിന്റെ ഫൗണ്ടേഷൻ ഇടുമ്പം തന്നെ ആ പൈസ തീരും. അപ്പൊ സാധാരണ മനുഷ്യ നീതി വെച്ച് പണിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സ് കൊണ്ട് ഇറങ്ങിയാൽ പകുതി വഴിയാകുമ്പം ഈ ലൈഫ് ഒന്നുകിൽ വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഇനി അങ്ങനെ വേണ്ടാന്ന് വെച്ചില്ലെന്ന് വിചാരിച്ചോ, രണ്ടും കൽപ്പിച്ച് പണിയാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ, അപ്പൊ അടുത്ത പ്രശ്നം അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പറിക്കും. ഇതിന്റെ 10,000 ഉള്ളൂ. വരുന്ന സൈന്യാധിപൻ എങ്ങനെയാ? 20,000. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഗോപുരം പണിയാതെ വീട് വേണേ രക്ഷപ്പെടായിരുന്നു, ശരിയല്ലേ? പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു രക്ഷയില്ല. അവൻ പടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അവന്റെ കയ്യിൽ എത്രയുണ്ട്? 20,000 ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? അപ്പൊ നമ്മുടെ മുമ്പിൽ ആകെ ഒരു വഴിയുള്ളൂ, എന്തോ? സമാധാനം, കോംപ്രമൈസ്. എന്നെ കൊല്ലാതെ വിട്ടാൽ എൻ്റെ രാജ്യത്തിന്റെ പകുതി മതിയോ? പോരാ, മുഴുവൻ വേണം, മുഴുവൻ എടുത്തോ, ജീവൻ മതി പറയേണ്ടി വരും. കാരണം എന്താ? കോംപ്രമൈസ്. അപ്പൊ നമുക്കൊരു ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കാൻ ഒത്തിരി റിസോഴ്സ് വേണം. അത് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഒരു വീട് പണിയാനുള്ളതേ ആവുള്ളൂ. അപ്പം നിസ്സഹായനായിട്ട്
കർത്താവിൻ്റെ ആന്തരിക ബലത്തിൽ മാത്രം ആശ്രയം. ഞാനിത് പറയുന്നത് സാധാരണ വിവാഹ ജീവിതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ ഒത്തിരി വഴികളുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഈ പ്രശ്നം. അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ ഈ ലോകത്തെ ഏത് പ്രശ്നം. ഇവർക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ. പക്ഷെ ക്രിസ്തീയ വിവാഹമാണ് എങ്കിൽ, വിവാഹം കഴിക്കുന്നവരിൽ ഇത് അറിയുന്നുണ്ടോ എനിക്കറിയാൻ മേല. ഇത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണെങ്കിൽ അത് ഉയരത്തി എന്നുള്ള ശക്തി കൊണ്ടല്ലാതെ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ശക്തിയും ഉയരത്തിൻ്റെ ശക്തികൾ ഒന്നിച്ച് പണിയില്ല. നമ്മുടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ അവിടെ നമ്മൾ രക്ഷപ്പെട്ടു വരുള്ളൂ. അപ്പോൾ 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ നാണം കെടുക, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ശക്തി കൊണ്ട് ഇറങ്ങിയാലുള്ള. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ, ഈ ബൈബിളിലെ എല്ലാ തത്വങ്ങളും ഒരേ ആശയമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരേ ആശയം. നമ്മുടെ പണി കൊണ്ട് നടക്കത്തില്ല, ദൈവത്തിൻ്റെ പണി കൊണ്ട് നടക്കുള്ളൂ. അത് ഈ ലൂക്കോസ് 14 31 അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പറയേൽപ്പാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ അവൻ സമാധാനത്തിന് അപേക്ഷിക്കുന്നു. 33 അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിട്ടുപിരിയുന്നില്ലെങ്കിൽ. ഇവിടെ ആരാ വിട്ടുപിരിയുന്ന കാര്യം പറഞ്ഞ്? ഇവിടെ പറഞ്ഞത് യുദ്ധം ചെയ്യുന്ന കാര്യം, കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമല്ലേ. എന്തും കൊണ്ടാ? നമ്മുടെ കയ്യിലുള്ളതും കൊണ്ടുപോയി. അപ്പൊ പറയാണ്, ഈ കയ്യിലുള്ളത് മുഴുവൻ വിട്ടില്ലെങ്കിൽ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ, ഈ 10,000 കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിലുള്ള ആശയങ്ങൾ കൊണ്ട് ഇറങ്ങിയാൽ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കില്ല. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ലൈഫ്, ഇറ്റ്സ് ഫെയ്ത്ത് ലൈഫ്. ഇത് രണ്ടും ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. ഫെയ്ത്ത് ലൈഫിൽ ക്രിസ്തുവാണ് രാജാവ്. പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്ന ആ മൂന്നാമത്തെ രാജ്യമാണ്, കോംപ്രമൈസ്ഡ് രാജ്യമാണ്. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഈ കുറേ സമയം 2 കുടുംബത്തിൽ നിന്ന് വന്നവർ ഒന്നിച്ച് ഒരു 25-30 വർഷം ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 പേർക്കും ഒരേ സ്വഭാവമായി മാറുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തമ്മിൽ വഴക്കുണ്ടാക്കാതെ ജീവിച്ച് അങ്ങനെയാവും. ഒരേപോലെ അവർ അച്ചായനം കണക്കാ, കൊച്ചമ്മയും കണക്കാന്ന് നാട്ടുകാർ പറയും. കാരണം ഒരേ ക്യാരക്ടർ. ചിലരെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവരേതാണ്ട് ഒരേ ഷേപ്പിലും വരുമെന്ന്. എന്ന് പറഞ്ഞാൽ സ്നേഹം ഒത്തിരി കൂടിപ്പോയാൽ ഒരാൾ ചിരിക്കുന്ന പോലെ മറ്റേ ആൾ ചിരിക്കാൻ തുടങ്ങും. സ്നേഹം കൂടിയാൽ അതിനകത്തൊരു ഇമിറ്റേഷൻ ഉണ്ട്, നമുക്ക് പോലും അറിയത്തില്ല. നടപ്പ്, ഗേറ്റ്, നടക്കുന്നതിൻ്റെ ഗേറ്റ്, ചിരിക്കുന്ന, വർത്താനം പറയുന്ന ശൈലി, ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതി, ഇതെല്ലാം ഏതാണ്ട് ഒരുപോലെ ആവും. അമ്മിത്തല്ലാണെങ്കിൽ രണ്ടും 2 എക്സ്ട്രീമിലോട്ട് പോവുകയും ചെയ്യും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പരസ്പരം പഠിക്കുന്നതിന് പകരം കർത്താവിൽ നിന്ന് പഠിച്ചാൽ ഈ ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ ആരെ പോലെ ആവും? അപ്പോൾ ശരിക്കും കർത്താവിനെ പോലെ ആകണം എന്നുള്ളതാണ് നമ്മുടെ അംബീഷൻ എങ്കിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ പറ്റുന്നവരാകണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ ഈ പ്രാർത്ഥന വളരെ പ്രധാനമായിട്ടിരിക്കുന്നത്. അവിടെ പറയുന്നത് 17-ാം വാക്യം പറയാണ്, 16 അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാനും. അപ്പൊ കർത്താവ് എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആര് വേണം? ആരെങ്കിലുമൊക്കെ വേണം. ഒറ്റയ്ക്കിരുന്നാൽ മനസ്സിലാവില്ല. ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുമ്പം എനിക്ക് ഒരു പ്രശ്നമുണ്ട്. അവനെ എനിക്കിഷ്ടമില്ല. ആരെ ഇഷ്ടമില്ല? രക്ഷിക്കപ്പെട്ടൊന്നും അല്ല ബ്രദറെ. കേട്ടിട്ടുണ്ടോ? നീയോ? ഞാൻ രക്ഷിക്കപ്പെട്ടു. എങ്ങനെ അറിയാം? ഞാൻ അവനെ പോലൊന്നും അല്ല. അപ്പൊ അവന് അവൻ രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. അവനർത്ഥം എന്താ?
അപ്പോൾ കർത്താവ് പറയടാ, എൻ്റെ സ്നേഹത്തിൻ്റെ നീളം നിനക്കറിയാൻ മേലെന്നിട്ടാ ഞാൻ അവനെ അത്രയും ദൂരെ നിന്നാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. അവൻ വരാൻ ഇത്തിരി താമസം, സ്ലോ ആണ്, പക്ഷെ അവനെ വലിച്ചുകൊണ്ട് ഞാൻ വരുവാണ്. വേറൊരുത്തനെ കാണുമ്പം ആണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി മനസ്സിലാകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റിയത് സ്വന്തം കുടുംബത്തെ നോക്കുമ്പോഴാണ്. എത്ര ഭയങ്കര സ്നേഹമാണ് കർത്താവ് സ്നേഹിച്ചത്. ഞാൻ ബെത്ത് തോമസിന്റെ കഥ പറഞ്ഞില്ല രാവിലെ. അവർ നല്ല ഒന്നാന്തരമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരിങ്ങനെയുള്ള അബ്യൂസ്ഡ് ചിൽഡ്രൻ ഇടയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഡോക്ടർമാർ പറയുന്നത് ഒന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ്, നല്ലതാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, കർത്താവ് അവരെ സ്നേഹിക്കുന്നുണ്ടോ? അവർ ചിലപ്പോൾ നമ്മൾ പെരുമാറുന്നവരെ പെരുമാറണമെന്നില്ല, കാരണം അവരുടെ വളർച്ച ചിലപ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ കരുണ അൺകണ്ടീഷണലാണ്. നമ്മളൊരു മനുഷ്യനെ നോക്കുമ്പോൾ അവൻ എന്താ അങ്ങനെ പെരുമാറും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ കർത്താവ് നോക്കുമ്പം ആ കുട്ടി അനുഭവിച്ച ട്രോമ ഉൾപ്പെടെ എല്ലാം കർത്താവിന് മുമ്പിലുണ്ട്. ഇന്നർ പേഴ്സൺ, അതിനകത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നറിയുവാണെങ്കിൽ നിങ്ങൾ ഉടനെ ചിന്തിക്കേണ്ടത് ആ മനുഷ്യൻ കടന്നു വന്ന ആ അന്തരീക്ഷം എന്തായിരിക്കും, എന്തിലൂടെ എല്ലാം കടന്നു പോയ ആളായിരിക്കും, എത്രമാത്രം സ്നേഹം കിട്ടാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കാത്ത, റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരാളായി പോയി കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഹി ഓൾസോ ഡിസേർവ് സിമ്പതി എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ സ്നേഹം അവരെല്ലാം അന്വേഷിച്ച് ചെന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരിലൂടെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ തന്നിട്ടുള്ള ആളെ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് അവരെയല്ല, കർത്താവ് എത്ര ആഴമായിട്ടാണ് നമ്മളെയൊക്കെ സ്നേഹിക്കുന്നതെന്നാണ് അവസാനം പറഞ്ഞിരിക്കുന്ന ആഴത്തെക്കുറിച്ചാണ്. ഒന്ന് അത് അവനവനിലേക്ക് നോക്കുമ്പോഴായിരിക്കും കാണുന്നത്. കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരാന്ന് പണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിൽ ഒന്ന് പറയാമോ? കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ അല്ല, അല്ല, യൂദ അല്ല, യോഹന്നാനല്ല, പത്രോസ് അല്ല. ബൈബിൾ എഴുതിയിട്ടില്ലേ കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ? ഓക്കെ, അവിടെ അത്രയും കറക്റ്റാണ്. പക്ഷെ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ശിഷ്യനാണ് ഞാൻ, യോഹന്നാൻ ചുമ്മാ പറയാൻ പറ്റില്ല. കർത്താവ് എല്ലാവരും സ്നേഹിക്കുന്ന ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ എന്നാലും 2-3 പേരെ കർത്താവ് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. പത്രോസ്, യാക്കോബോ, യോഹന്നാൻ. അപ്പോൾ യോഹന്നാൻ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എനിവേ ഹി ഫെൽറ്റ് മോർ ലവ്. പക്ഷെ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാരാ? സത്യം പറഞ്ഞത് ഞാനാ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഹന്നാൻ എഴുതുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയത്. ഞാൻ വെറുതെ പറഞ്ഞല്ല. കാരണം യോഹന്നാനെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന് യോഹന്നാൻ അല്ലാതെ പത്രോസോ മത്തായി ആരും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ആർക്കും ഒരു കുറവ് തോന്നിയിട്ടില്ല. പക്ഷെ യോഹന്നാൻ അറിയായിരുന്നു കർത്താവിന് പത്രോസിനെ സ്നേഹിക്കാൻ ഒരു പടി താഴെ ഇറങ്ങിയാൽ മതിയായിരുന്നു. യോഹന്നാനെ സ്നേഹിക്കാൻ ഒരു കുഴിക്കകത്ത് ഇറങ്ങേണ്ടി വന്നു എന്നും യോഹന്നാൻ അറിയാം. പിന്നെ യോഹന്നാൻ രക്ഷിക്കാൻ ഒരു കുഴിക്കകത്ത് ഇറങ്ങിയെങ്കിൽ എന്നെ രക്ഷിക്കാൻ കർത്താവ് എവിടെ ഇറങ്ങി കാണും. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ കൂടുതൽ ക്ഷമിക്കപ്പെടുന്നവനാണ് കൂടുതൽ സ്നേഹം അനുഭവിക്കുന്നതും കൂടുതൽ സ്നേഹിക്കുന്നതും. അപ്പൊ കൂടുതൽ ഇളച്ചി കിട്ടിയവൻ കൂടുതൽ സ്നേഹം അനുഭവിച്ചവനാണ്. ശരിയല്ലേ? അപ്പോൾ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്ന അവസാനം എന്നെ സ്നേഹിക്കാമെങ്കിൽ, എൻ്റെ സ്വഭാവം വെച്ച് എന്നെ സ്നേഹിക്കാമെങ്കിൽ എൻ്റെ കൂടെ കർത്താവ് പറഞ്ഞു വിട്ടിരിക്കുന്ന ആളെയും. കാരണം എന്താ? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും നമ്മൾ അറിയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ആളുകളോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിലൂടെയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രസംഗം ഇതുവരെയൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് എഫെസ്യർ 5 എത്തിക്കാം എന്നായിരുന്നു എൻ്റെ വിചാരം. ഇതിനു മുമ്പ് നമ്മുടെ ഒരു ബ്രേക്കിന് മുമ്പ് കഴിക്കുന്നില്ലേ? അതിനിടയ്ക്ക് എന്തോ 1/2 മണിക്കൂർ 15 മിനിറ്റ് ഓക്കെ. അപ്പോൾ ഈ സ്നേഹത്തിന്റെ നീളവും ഉയരവും വീതിയും ആഴവും എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിലേഷൻഷിപ്പ് ഇല്ലാതെ പറ്റത്തില്ല. സഭ, ചില ആൾക്കാർ ഞങ്ങളുടെ ചർച്ചിൽ ആദ്യം ഞങ്ങൾ കൂടി വന്നിരുന്നൊരു സ്ഥലത്ത് കുറേ
സ്വയനീതിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഒരു മൂപ്പനായ സ്വയനീതിക്കാരനും അത്രയും തന്നെ സ്വയനീതിയുള്ള വേറൊരു മൂപ്പനും കൂടെ ചേർന്ന് പറഞ്ഞു, ഈ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങൾ ഇനി മേലെ കർത്തൃമേശ എടുക്കില്ല, വർഷിപ്പ് ചെയ്യില്ല. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അവരൊന്നും ആത്മീയരല്ല. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടല്ല? അവർ വീട്ടിൽ ഒത്തിരി പൈസ കൂടുതൽ ചിലവാക്കും, ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവർ മോശമാണല്ലോ. ആണ്. അപ്പോൾ നിങ്ങൾ കൂടി ഇരുന്ന് ആരാധിച്ചോ, ഞാൻ അവരോട് പോകുന്നു. അതെന്താ? ഞാൻ പറഞ്ഞു, കാണാതെ പോയ ഒരാടിൻ്റെ കൂടെ പോകുന്നതല്ലേ നീതിമാന്മാരെ 99 പേരെക്കാളും കർത്താവിന് ഇഷ്ടം. ഈ 99 ആടുകൾ എവിടെ വിട്ടേക്കുന്നത്? അതുകൊണ്ട് ഞാൻ എൻ്റെ സഭയിൽ അനൗൺസ് ചെയ്തിരിക്കെ, നിങ്ങൾ ആരെങ്കിലും ഒരാളെ പാപിന്ന് വിധിച്ചാൽ ഞാൻ അവരുടെ കൂടെ ആയിരിക്കും. കാരണം എന്താ? കർത്താവിൻ്റെ സ്വഭാവം. നീതിമാന് പിന്നെ എന്നെ കൊണ്ട് ആവശ്യമുണ്ടോ? അവരെന്നെ നടത്താൻ മിടുക്കരാ. പിന്നെ നമ്മളെ കൊണ്ട് ആവശ്യം ആർക്കായിരിക്കും? ഈ പ്രിൻസിപ്പിൾ നമ്മുടെ ചർച്ചിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി. നമ്മുടെ ചർച്ചിൽ കർത്താവിൻ്റെ കൂടെ കൂടിയോരെ ചുങ്കക്കാരും പാപികളും സകലമാന ആൾക്കാരും വരും. പക്ഷെ നമ്മൾ അങ്ങനെ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ നമ്മുടെ കൂടെ കൂട്ടിയാൽ ശരിയാവില്ല ബ്രദറെ എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ളവരുടെ കൂടെ ഒന്നിരുന്ന് ആരാധിക്കില്ല. കാരണം ഞങ്ങൾ അവരെ പോലെ അല്ല, ശേഷം മനുഷ്യരെ പോലെ അല്ല, ശേഷം ആരെ പോലെയും അല്ല. ഞങ്ങൾ വിശുദ്ധരാണ്. അപ്പൊ അവർക്ക് ദൈവത്തിന്റെ സ്നേഹം അറിയത്തില്ല, ദൈവത്തിന്റെ നിയമങ്ങൾ മാത്രം അറിയുള്ളൂ. അപ്പൊ ഡിഫിക്കൽട്ടായിട്ടുള്ള, അനുസരണ ഇല്ലാത്ത, പറഞ്ഞാൽ കേൾക്കാത്ത, ഉപദ്രവിക്കുന്ന ഭർത്താവും ഭാര്യയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് കിട്ടുന്നത് നല്ലതിനാണ്. കറ നല്ലതിനാണെന്നൊരു പരസ്യം കേട്ടിട്ടില്ലേ? എല്ലാം നല്ലതിനാകുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമ്മൾ ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ഉയരവും വീതി ആഴവും അറിയുകയും അതെൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ എനിക്കൊരു എക്സർസൈസ് കിട്ടുക. ഞാൻ ഓർക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞത്തെ അവസ്ഥ എന്താണ്? അത് കഴിഞ്ഞത്തെ അവസ്ഥ ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സിന് 100 കിട്ടാനുള്ള അതിഭയങ്കരമായ കഠിനമായ പ്രയത്നത്തിലായിരുന്നു. അപ്പോൾ അന്ന് ഈ ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. അപ്പം ലേബർ ഇന്ത്യയിലെ കണക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അത് പോരാ. അതിനിടയിൽ വിദ്യാഗുരു എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങി അന്നത്തെ കാലത്ത്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പരിചയമുണ്ടെന്ന്. അത് 2-3 വർഷം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കാലഘട്ടം. അത് ഇതിനകത്ത് റാങ്ക് കോളം എന്ന് പറഞ്ഞൊരു സാധനം, അതിനകത്ത് പ്രോബ്ലം ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഒരു എക്സർസൈസ് എവിടെ ഉണ്ടെന്ന് തപ്പി നടക്കുമായിരുന്നു. സാർമാരെടുത്ത് പോയി നോക്കും, ഇനി എവിടുന്നേലും എക്സർസൈസ്. കാരണം അപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഫീൽഡ് കർത്താവ് തരുവാണ്. എൻ്റെ സ്നേഹം പ്രാക്ടീസ് ചെയ്തു. അയാളാണ് എൻ്റെ സ്നേഹം പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. കർത്താവ് നിനക്ക് തെറ്റൊന്നും പറ്റിയില്ല, മാറിപ്പോയതല്ലല്ലോ. അല്ല, ഇയാൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിന്നെ നേരെയാക്കാൻ നിനക്ക് ഒരിത്തിരി കട്ടിയുള്ള ഒരു ചോദ്യം ആവശ്യമായിരുന്നു. കട്ടിയുള്ള ചോദ്യം സോൾവ് ചെയ്യുന്ന വി ആർ ബിക്കമിങ്. നിങ്ങൾ പറയാം അതെന്നെക്കുറിച്ചാണ്, അതെന്നെക്കുറിച്ച്. നിങ്ങളെല്ലാവരും പറയരുത്. എല്ലാവർക്കും അവരവരുടെ പ്രോബ്ലം കട്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ഇല്ലാതെ നമ്മൾ കുടുംബജീവിതത്തിൽ ജയിക്കരുത്. പ്രോബ്ലംസ് ഉണ്ടാകണം. അവിടെ മാത്രമേ നമുക്ക് കർത്താവിനെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ദാറ്റ്സ് എ സ്ലോ പ്രോസസ്. കാരണം നമ്മുടെ ഈ ടെമ്പറാമെൻറ്റുകളെല്ലാം ഒന്ന് ഹീലായി വന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് എത്താൻ എന്തുമാത്രം നമ്മളെ ഓടിച്ചാലാ, എവിടെയെല്ലാം തോപ്പിച്ചാലാ. ഗോഡ് ഈസ് ഡൂയിങ് എവറി എഫർട്ട്. ഈ 19ാം വാക്യം പറയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം. അപ്പൊ നമുക്ക് ആരുടെ നിറവ് വേണം? ഒരു നല്ല ഭർത്താവ് ഭാര്യ ആകണമെങ്കിൽ മനുഷ്യന്റെ നിറവ് പോരാ, നല്ല എഡ്യൂക്കേഷൻ പോരാ, നല്ല സൈക്കോളജിക്കൽ അറിവ് പോരാ, പിന്നെന്ത് വേണം? ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണം. അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എങ്ങനെ തന്നിരിക്കുന്നത്? ജ്ഞാനത്തോടും വിവേകത്തോടും തന്നിരിക്കുന്നത് അല്ലേ? ഉദാഹരണത്തിന് അത് അവന്റെ കൃപാധനത്തിന്റെ മഹത്വത്തിന് ഒത്തോണം എഴുതിയേക്കുന്നു. അപ്പൊ കർത്താവിന്റെ ധനം എന്ന് പറയുന്നത് കൃപയാണ്. കൃപ എന്ന് പറഞ്ഞാൽ എന്തോ? അർഹിക്കാത്ത ദാനം എന്നല്ലാതെ വേറൊരർത്ഥമുണ്ട്. ആർക്ക് വേണം? അതുകൊണ്ട് അതും കൂടാതെ വേറൊരർത്ഥമുണ്ട്. യോഹന്നാൻ 1:14
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇംഗ്ലീഷ് എഴുതുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. The word became flesh and made his dwelling among us. We have seen his glory, or we beheld his glory. അവന്റെ മഹത്വത്തെ ഞങ്ങൾ കണ്ടു. The glory as of the only begotten son. അത് കിങ് ജെയിംസിലാണ്. അവിടെ ഒരു വരയിട്ടിട്ട് എഴുതിയിരിക്കുകയാണ്, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. എങ്ങനെ ഞങ്ങൾ പിതാവിന്റെ മകന്റെ തേജസ് കണ്ടത്? കൃപയും സത്യവും നിറഞ്ഞായിട്ടാണ് കണ്ടത്. കൃപ എന്ന വാക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് ആർക്ക് പറയാം? പെട്ടെന്ന് പറയാം. കൃപ, ഗ്രേസ്. നമ്മൾ ഈ ഗ്രേസ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞു നോക്കിയേ. ഓ, എന്ത് ഗ്രേസാ, എന്തൊരു ഗ്രേസാ എന്ന് പറഞ്ഞു പറഞ്ഞ അർത്ഥം എന്താ? എന്തൊരു അർഹിക്കാത്ത ദാനം, അതാണ് ഉദ്ദേശം. യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ എന്തോ ഒരു ഗ്രേസാ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കാരണം ഏകജാതന്റെ തേജസ്സായിക്കൊണ്ട്. ചില പാട്ട് കേൾക്കാൻ എൻ്റെ സൗണ്ട് ഒരു സുഖമില്ലെങ്കിലും എന്താ ഒരു കൃപയാണ്. ഈ ചില പാസ്റ്റർമാരൊക്കെ പഴയ അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ സ്റ്റേജിൽ ട്യൂണും കാണില്ല, താളവും കാണില്ല, ഒന്നും കാണില്ല, പക്ഷെ ഒരു പാടി വരുമ്പോൾ അതിനകത്തൊരു ഗ്രേസ് വരും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ പറയും എന്താ ഒരു കൃപയാണെന്നറിയാം പാട്ട്. പക്ഷെ പുള്ളിക്ക് താളമില്ല, രാഗമില്ല, സംഗതിയില്ല, ഒരു വകയുമില്ല. ബട്ട് ഇറ്റ്സ് ഗ്രേസ്ഫുൾ. എ ക്വാളിറ്റി ദാറ്റ് മേക്ക് സംതിങ് അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലീസിങ്. അതാണ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാണുന്നത്. മലയാളം ഡിക്ഷണറി നോക്കിയാലും മനോഹരമായത്, ആകർഷിക്കുന്നതെന്നൊക്കെ എൻ്റെ അർത്ഥം. അപ്പോൾ യേശുവിനൊരു ഒരു കൃപയുടെ ഒരു നിറവുണ്ടായിരുന്നു. ധനത്തിന്റെ നിറവ്, കൃപാധനത്തിന്റെ നിറവ്. ഈ നിറവിൽ നിന്നാണ് നമുക്ക് അതിക്രമങ്ങളിൽ വീഴാതിരിക്കാനുള്ള പരിജ്ഞാനം വരുന്നത്. അല്ലെങ്കിൽ അപ്പൊ പറഞ്ഞുതരാം. ഭർത്താവ് രാവിലെ ഭാര്യയോട്, ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ഇൻ എവറി ഫാമിലി, എന്റെ കീ എവിടെ ഇരിക്കുന്നത് കണ്ടോ? ഇയാളുടെ കീ അല്ല, കാറിന്റെ കീ എവിടെ ഇരിക്കുന്നത് കണ്ടോ? അപ്പൊ ഭാര്യ, എവിടെയെങ്കിലും കൊണ്ട് കീ വെച്ചിട്ട് എന്റെ പുറകെ നടന്ന് ഞാൻ അവിടെ നിന്ന് എടുത്തു തരാനാ. എന്തൊരു ഗ്രേസ് അല്ലേ, എന്തൊരു കൃപ. അപ്പൊ അവര് സംസാരിച്ച് ഏത് ധനത്തിൽ നിന്ന് എടുത്തത്? ക്രിസ്തുവിന്റെ ധനത്തിൽ നിന്നല്ല എടുത്തത്, അല്ലെ? അവരുടെ മടുപ്പ്. രാവിലെ എഴുന്നേറ്റ് ആ പണി ഈ പണി അതിനിടയിലാണ് ഒരുത്തൻ കീ അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് മടുപ്പിൽ നിന്നുള്ള പ്രതികരണം, കൃപ എന്നുള്ള പ്രതികരണം അല്ല. നമ്മൾക്ക് ഈ അതിക്രമം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനം എന്തോ? അവന്റെ കൃപയുടെ അത്യന്ത ധനത്തിൽ നിന്നുള്ള പരിജ്ഞാനം. അപ്പൊ ഈ വിവേകവും പരിജ്ഞാനവും നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഇട്ടാ വരുന്നതല്ല. ഇത് നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഓരോ ദിവസം ചെല്ലുന്നതോറും ക്രിസ്തീയ മാരേജ് എന്ന് പറയുന്ന അഭിവൃദ്ധി പ്രാപിച്ച് വരണം. എന്തിൽ അഭിവൃദ്ധി പ്രാപിച്ച് വരണം? ഈ ദൈവിക ഗുണങ്ങൾ നിറഞ്ഞതായി വരുന്നതാണ് ദൈവത്തിന് മഹത്വമായിട്ട് മാറുന്നത്. അപ്പൊ കൃപാധനപ്രകാരമുള്ള എക്സ്ചേഞ്ചസ്, കൃപയുടെ വ്യാപാര ശക്തി എന്നാണ്. ഈ വ്യാപാര ശക്തി എന്നുള്ള യഥാർത്ഥ വാക്ക് അതല്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ വ്യാപാരത്തെ വേണമെങ്കിൽ എക്സ്ചേഞ്ച് എന്ന് പറയാം. രാവിലെ പൈസ കൊണ്ടു കൊടുക്കുന്നു, പാല്, മിൽമ പാല് വാങ്ങിക്കുന്നു, ഒരു പാക്കറ്റ്, മിൽമയാണോ ഏതായാലും, അല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കുന്നു, അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, ഇങ്ങോട്ട് പാല് വാങ്ങിക്കുന്നു. അതുപോലെ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. എൻ്റെ കീ എവിടാന്ന് കണ്ടോ? അത് അങ്ങോട്ട് കൊടുത്തതാ. ഇങ്ങോട്ട് കിട്ടിയതെന്തോ? അതൊരു ട്രാൻസാക്ഷനാണ്, അതൊരു വ്യാപാരമാണ്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യാപാരം. കൃപയുടെ വ്യാപാരമാണോ നടന്നത്? കൃപയുടെ ട്രാൻസ്ഫർ ആണോ നടന്നത്? അല്ല. ഈ കൃപയുടെ വ്യാപാരം നടക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര സമ്പന്നരായിരിക്കണം. വെള്ളം കൂടെ കുടിക്കട്ടെ. ഇനി നിങ്ങൾ പ്രസംഗം കേട്ടിട്ട് പോയിട്ട് പറയും, ഇന്ന് മുതൽ കൃപയുടെ വ്യാപാരം. കേട്ടോ, നമ്മുടെ വീട്ടില് ഇന്ന് മുതൽ കൃപയുടെ വ്യാപാരം. ഒരു 5-6 കൃപയുടെ വ്യാപാരം ആകുമ്പോഴേക്കും ഒരു മടുക്കും. കാരണം ഈ കൃപയുടെ വ്യാപാരം മുകളിൽ നിന്ന് വരുന്നതല്ല, ഇവർ അഭിനയിച്ചുണ്ടാക്കുന്നതാണ്. ഈ അവസാനം ഭാര്യയല്ലേ ഭർത്താവ് പറയും, ഞാൻ ഇത്രയും നേരം കൃപയിൽ വ്യാപരിച്ചിട്ടും നീ നന്നായില്ല അല്ലേ എന്ന് ചോദിക്കും. കാരണം എന്താ വെച്ചാൽ ഈ വ്യാപാരം മുകളിൽ നിന്ന് ഒന്നല്ല. അതുകൊണ്ട് ക്രിസ്തീയ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചിന്തകൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ പ്ലാനുകൾ കൊണ്ടോ നടക്കത്തില്ല. ലോകത്തിൻ്റെ ജീവിതം നടക്കും. അവിടെ കോംപ്രമൈസിങ് പ്രിൻസിപ്പിൾസാണ്. ഞാൻ പലരും കൗൺസിലിംഗ് പോകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിനെ നോക്കി അത് കൗൺസിലിംഗ് ആണ്.
ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയും മാരേജ് ചെയ്ത് തട്ടിമുട്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൗൺസിലറിനെ അത്യാവശ്യമായിട്ട് പോയി കണ്ടോ. ബട്ട് ദാറ്റ് വിൽ ബി എ നോർമൽ മാരേജ് വെയർ ദ റൈറ്റ്സ് ആർ റെസ്പെക്റ്റഡ് ഓഫ് വൺ അനദർ. അതായത് ഒരാളുടെ റൈറ്റിനെ വേറെ റെസ്പെക്ട് ചെയ്യുക. ക്രിസ്തുവിനെ അവഗണിച്ച് ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആരുടെ റൈറ്റിനെ ഒന്നും റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. വി ഓൾ ഡൈ, വി ഓൾ ആർ ഗിവൺ ടു ദാറ്റ് സഫറിങ്. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിള്ളേരോട് പറയണം, നിങ്ങളൊന്ന് ചോദിക്കണം, പരസ്പരം സംസാരിക്കുമ്പം മരിക്കാൻ തയ്യാറാകണം. അപ്പോൾ പറയും, അവരൊക്കെ അങ്ങനെ പറയുമായിരിക്കും. പറഞ്ഞാൽ ഒന്നും നമുക്കത് കൃത്യമാവണമെന്നൊന്നുമില്ല. പക്ഷേ ഈ വിവാഹ ജീവിതം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, എന്താണ് മുമ്പിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉത്തരവിടെ പറയുന്നുണ്ട് 20-ാം വാക്യത്തിൽ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അവന് കഴിയും. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്ത് സാധിക്കും? നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ധനത്തെ നമ്മിൽ നിക്ഷേപിക്കുവാൻ കർത്താവിന് സാധിക്കും. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ ക്രൈസിസോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ഭാര്യ സ്നേഹിക്കുന്നില്ല, കീടങ്ങൾ, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് 2 രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ഭാര്യയല്ലേ ഭർത്താവിന് ഉപദേശം നന്നാക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി പറയുന്നു, ഉപദേശം ഇന്നവരെ നന്നായ ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ ബെത്ത് തോമസിന്റെ കഥ ഞാൻ പറയാൻ കാരണം, ആ കുട്ടിയെ ചെറുപ്പത്തിലെ ആ കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കി. കത്തി എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടി എടുത്തിട്ട് ഞാൻ ഇവളെ മര്യാദ പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഒരുത്തൻ ചെന്ന് മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോണെന്ന് പറയുവാണെങ്കിൽ ഇവിടെ നന്നാവോ, ഹീലാവോ? അവൾ പിന്നെ അവളുടെ ഉള്ളിൽ വെറുപ്പ് വർദ്ധിക്കുള്ളൂ. അല്ലേ? വെറുപ്പ് വർദ്ധിക്കുള്ളൂ. നമ്മളൊരാളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ടോണെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം? ഇവർ കടന്നുപോയ ട്രോമ നമുക്കറിയത്തില്ല, ഇവരുടെ പേഴ്സണൽ സിറ്റുവേഷൻ നമുക്കറിയത്തില്ല. നമ്മൾ എന്താണോ ത്രസ്റ്റ് ചെയ്ത് തലയിലോട്ട് വെച്ച് കൊടുക്കുന്നത് എടുക്കാനുള്ള ഭാരം അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എല്ലാ സമയത്തും അഡ്വൈസസ് പൊളിഞ്ഞു പോവുള്ളൂ. കാരണം എന്താ? ഈ കൽപ്പനകൾ നല്ലതാണെങ്കിലും അതനുസരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നമ്മൾ ജഡമനുഷ്യരും ദുർബലനുമായതുകൊണ്ട് കൽപ്പന ബലഹീനമാണ്. അതാണ് റോമർ 7 നമ്മൾ കാണുന്നത്. കൽപ്പന ബലഹീനമാകിയാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് നമ്മളെ നീതീകരിക്കാൻ പറ്റുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, 2 തരത്തിൽ നീതിയുണ്ട്. ഒരു നീതി എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇവിടെ റോഡിലെല്ലാം AI ക്യാമറകളുണ്ട്. ഈ AI ക്യാമറകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സീറ്റ് ബെൽറ്റ് ഇടും, ഹെൽമെറ്റ് വെക്കും, ഫോണിൽ വിളിക്കത്തില്ല. അല്ലേ? കാരണം എന്താ? ഇതൊന്നും ഇല്ലെന്ന് വിചാരിച്ചോ, അതിനൊരു എളുപ്പ വഴിയുണ്ടോ ചിന്തിക്കാൻ? ഇവിടുന്ന് നേരെ സ്റ്റാർട്ട് ചെയ്യുക. പാലക്കാട് കോയമ്പത്തൂർ ബൗണ്ടറി കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് അതാണ് അയാളുടെ ഒറിജിനൽ. കാരണം എന്താ? തമിഴ്നാട്ടിലെ മാപ്പ്, ക്യാമറയുടെ മാപ്പ് നോക്കി ആകെ 5-6 മാപ്പ് ആ വലിയ സ്റ്റേറ്റിലുള്ളൂ. അല്ല, ക്യാമറ 5-6 ക്യാമറയേ ഉള്ളൂ ആ വലിയ സ്റ്റേറ്റിൽ. അത് 1-2 കോണ്ട നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബാക്കിയുള്ളതൊന്നും ക്യാമറ ഇല്ല. അവിടെ വണ്ടി ഓടിക്കുന്നവരാണ് ശരിക്കും നിയമം പാലിച്ചാണ് ഓടിക്കുന്നതെന്നുള്ള അറിയാനുള്ള വഴി. അപ്പോൾ നിയമങ്ങളുള്ളത് കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നില്ല, കൊല ചെയ്താൽ ജയിലിൽ പോകുന്നുള്ളതുകൊണ്ട് ചെയ്യുന്നില്ല, നരകത്തിൽ പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ മോഷ്ടിക്കുന്നില്ല. ഇങ്ങനെ നിയമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്തേനെ. അയാൾ നീതിമാനാണോ? അപ്പൊ നമ്മളൊരാൾ ഉപദേശിച്ച ഒരാളെ കൊണ്ട് നന്നാക്കി, അയാൾ നന്നായോ? നന്നായില്ല. നന്നാവണമെങ്കിൽ എവിടെ നിന്ന് നന്നാകണം? ക്രിസ്തു ഉള്ളിൽ വസിച്ച് അവിടെ നിന്ന് നന്നായി സ്നേഹം അവിടെ നിന്ന് ഒഴുകാൻ തുടങ്ങണം. ജീവജല നദികൾ അകത്തുനിന്ന് ഒഴുകിയാൽ മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതം ശരിയാവുള്ളൂ. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആള് ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടില്ല എന്ന് വരും. അയാൾ ഇപ്പോഴും സുവിശേഷ വിരോധിയായിരിക്കും. മരിക്കുന്നവരെ അങ്ങനെ ആയിക്കൂടാന്നൊന്നുമില്ല. വിഷമമായില്ലേ? നിങ്ങളെല്ലാവരും സ്പൗസസ് കൂടെ വരാത്ത ആൾക്കാരെ സംബന്ധിച്ച്, വിശ്വാസം വരാത്ത അവരെ സംബന്ധിച്ച് ഞാൻ വളരെ വേദനയുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഈ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നിങ്ങൾ കർത്താവിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത
ഒരാളുടെ കൂടെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്ന ഒരാളുടെ കൂടെ ജീവിച്ചു കാണാം. പക്ഷെ അയാൾ രക്ഷപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ വിശദീകരിക്കപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ എവ്രി ലൈഫ് നീഡ്സ് സം ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഉയരത്തിൽ നിന്നാണ് എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ലതുപോലെ നമ്മളെ നടത്താൻ ദൈവത്തിന് സാധിക്കും. ഇതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന തത്വങ്ങൾ. ഈ തത്വങ്ങൾ പറഞ്ഞ ശേഷം 4-ാം അധ്യായത്തിന്റെ പകുതിയോടുകൂടിയാണ് ഈ എഫേസ്യ ലേഖനത്തിലെ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസിലോട്ട് കിടക്കുന്നത്, പ്രായോഗികമായ. അത് എന്തുകൊണ്ടാണ്? ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനി ജീവിക്കേണ്ടത്. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നല്ല ഭാര്യയും ഭർത്താവും ആകാം, ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നല്ല മകനും അപ്പനും അമ്മയും ആകാം, ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ യജമാനായി സെർവൻസിനോട് എങ്ങനെ പെരുമാറാം. ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ സ്നേഹമെന്ന, കവിഞ്ഞൊഴുകുന്ന ദൈവസ്നേഹമെന്ന അടിസ്ഥാനത്തിന്മേലാണ് ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എഫേസ്യ ലേഖനം പറയുന്നത്. അവിടെ എല്ലാം കൃപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടാകണമെങ്കിൽ, ഓക്കെ, ഭാര്യയുടെ കയ്യിൽ നിന്നൊരു പാത്രം വീണ് നിലത്ത് വീണ് പൊട്ടിപ്പോയി. ഭർത്താവ് എന്താ പറയുന്നത്? നശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങി നിങ്ങൾക്ക് സൂക്ഷിച്ച് പിടിച്ചാൽ എന്താ കുഴപ്പം? എന്താ ട്രാൻസാക്ട് ചെയ്യപ്പെട്ടത് അവിടെ? സൂക്ഷിക്കുന്നവനായ ഞാനും സൂക്ഷിക്കാത്തവളായ നീയും, അതാണ് ട്രാൻസാക്ട് ചെയ്യപ്പെട്ടത്. അല്ലേ? ശരിയല്ലേ? എന്റെ നീതി നോക്ക്, ഞാൻ ഇങ്ങനെ ചെയ്യും. കൃപയുടെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും പറയുന്നത്? 10ാമത്തെ ഗ്ലാസ് ആയിരിക്കും പൊട്ടിച്ചത്. കൃപയുടെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും പറയുന്നത്? സാരമില്ല, ദൈവം തരും, പോട്ടെ, വിഷമിക്കണ്ട. ഇങ്ങനെയല്ലേ പറയും? ഇങ്ങനെ പറയുമോ? കൃപയുടെ ട്രാൻസാക്ഷൻ നമ്മൾ മരിച്ചാൽ മാത്രമേ അത് വരുള്ളൂ. പക്ഷെ നമുക്ക് ആഗ്രഹമെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രയോജനമില്ലാതെ ജീവിച്ച് മരിച്ചു പോകും. നമുക്ക് കർത്താവിന്റെ ഈ കൃപയുടെ ധനത്തിൽ നിന്ന് ചെലവാക്കാനുള്ള ഒരാഗ്രഹമെങ്കിലും വേണം. അത് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ട് ദൈവം അങ്ങോട്ട് നടത്തും. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും നമുക്കത് അനുഭവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഫേസ്യ ലേഖനത്തിലെ ഈ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ക്ലാസ് പെട്ടെന്നൊരു കല്യാണത്തിൻ്റെ അന്ന് രാവിലെ 5:22 മുതൽ വായിച്ചാലൊന്നും ആവുകയില്ല. അത് ഈ ലേഖനങ്ങളെല്ലാം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം ഒരു കല്യാണം എന്തിനാണ് നമുക്ക് തരുന്നതെന്നുള്ള കാര്യം. അതുകൊണ്ടുള്ള ദൈവിക ഉദ്ദേശം എന്താണ്? ആ ദൈവിക ഉദ്ദേശത്തിന്റെ തത്വങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നത്. കർത്താവ് എത്ര മനോഹരമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 പേര് ടോട്ടൽ ഡിഫറെൻറ്റ്, മാൻ ആൻഡ് വുമൺ എന്നുള്ള രീതിയിൽ തന്നെ അവർ ഡിഫറെൻ്റ് ആണ്. വേറെ എല്ലാ അർത്ഥത്തിലും അവർ ഡിഫറെൻ്റ് ആണ്. എത്രയും ഡിഫറെൻ്റ് ആയിരിക്കുന്നോ അത്രയും ദൈവത്തിന് അവരെ കൂട്ടിയോജിപ്പിക്കാൻ നമ്മൾ ദൈവത്തെ കൂടുതലായി ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ എല്ലാ ബന്ധങ്ങളുടെയും ഉദ്ദേശം എന്താണ്? എല്ലാ ബന്ധങ്ങളുടെയും ഉദ്ദേശം നമ്മളെല്ലാം ക്രിസ്തുവിനെ പോലെ രൂപാന്തരമുള്ളവർ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എഫേസ്യർ 5-ന്റെ ഒരു വാക്യം ഒരിക്കൽ വായിച്ചിട്ട് നമുക്ക് തൽക്കാലം പിരിയാം. എഫേസ്യർ 5-ന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാനൊരു പുരുഷനാണ്, ഒരു ഭർത്താവാണ്, പക്ഷെ ഞാനാണ് ഇത് വായിച്ചത്. പക്ഷെ ഇത് എനിക്കുള്ളതല്ല. കാരണം ഓരോ കത്തും ആർക്ക് എഴുതിയത് അവർക്കുള്ളതാണ് പ്രൈമറിലി. അപ്പോൾ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും എന്നുള്ള കൽപ്പന ഭർത്താക്കന്മാർക്കുള്ളതല്ല, അതാർക്കുള്ളതാണ്? വേറൊരാൾക്ക് എഴുതിയ കത്ത് നിങ്ങൾ വായിക്കരുത്. ഒരു ഭർത്താവും ഈ വാക്യം കോട്ട് ചെയ്ത് ഭാര്യയോട് സംസാരിക്കരുത്. അതിൻ്റെ ആവശ്യമില്ല, അത് അവർ വായിച്ചോളും. ആര് വായിച്ചോളും? ഇനി ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പൊ ഭാര്യമാരെ എന്തും പറയരുത്, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കരുത്. കാരണം എന്താ? അത് അവർ വായിച്ചോളും. ആര് വായിച്ചോളും? നിങ്ങളുടെ ഭാഗം നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ മറ്റേ ഭാഗം ദൈവം കറക്റ്റ് ആക്കിയോളും. ഇനി കറക്റ്റ് ആക്കിയില്ലേലും കുഴപ്പമില്ല, നമ്മൾ വിശദീകരിക്കപ്പെട്ടു പൊക്കോളൂല്ലോ. ഭാര്യ കീഴടങ്ങിയിരുന്നില്ല, സാരമില്ല, നിങ്ങളങ്ങ് സ്നേഹിച്ചു, നിങ്ങളുടെ കാര്യം ഒക്കെ ആയല്ലോ. പോരാ, കീഴടക്കിയാലേ എനിക്കത് എൻ്റെ ഭാഗം ഓക്കെ ആവുള്ളൂ. ഓക്കെ, അതുപോലെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്ന, അവർ സ്നേഹിച്ചില്ലെങ്കിൽ പോട്ടെ, നിങ്ങളുടെ കാര്യം ഓക്കെ ആയല്ലോ. കർത്താവിന് മുമ്പിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ. വേറൊരാൾ നന്നായില്ലെങ്കിൽ നമുക്ക് വേദനയുണ്ട്, വിഷമമുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഏറ്റവും പ്രധാനം ആര് നന്നാവുക എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ ഒത്തിരി കീഴടങ്ങി കൊടുക്കുന്നുണ്ട്, എല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്നോട് ഒരു സ്നേഹം എൻ്റെ ഭർത്താവിനില്ല. വേണ്ട, അയാളുടെ കുഴപ്പം. ദൈവം അയാളോട് പറഞ്ഞതിനല്ല അയാളോട് ദൈവം ചോദിച്ചോളൂ. നിങ്ങളോട് പറഞ്ഞതിന് നിങ്ങളോട് ചോദിക്കും. അപ്പം അതും ഇതും പറയാതിരുന്നാൽ മതി. ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ. അപ്പോൾ അവനവനോട് പറഞ്ഞതുപോലും അനുസരിക്കാൻ പറ്റാത്ത നമ്മളാണ് മറ്റുള്ളവരോട് പറഞ്ഞത് അനുസരിപ്പിക്കാൻ വേണ്ടി വടിയെടുത്തുകൊണ്ട് നടക്കുന്നത്. ഇനി ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണെന്നുള്ളതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. സബ്മിഷൻ എന്ന് പറയുന്നത്, ഞാൻ രാവിലെ പറഞ്ഞപ്പം സ്പിരിച്വൽ സബ്മിഷൻ എന്ന് പറഞ്ഞ പോലെ, ഈ കർത്താവിന് സഭയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ലവ് എന്നുള്ളതിനേക്കാൾ അതെല്ലാം ഉണ്ട് അല്ലേ, അതെല്ലാം അറിയാം. കർത്താവ് അവൻ്റെ ശരീരം നമുക്കായി കാൽവരി ക്രൂശിൽ തകർത്തതിനകത്ത് ദ ഹോൾ ബീയിങ് ഈസ് ഇൻവോൾവ്, പ്രാണൻ, ആത്മ. പക്ഷേ ബേസിക്കലി ആ സ്നേഹത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ പർപ്പസ് എന്താണ്? യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുപ്പാണ് ശരിക്കുമുള്ള സ്നേഹത്തിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നതിനേക്കാളും അതിന്റെ ഒരു അനന്തര ഫലം. അതായത് കർത്താവ് നമ്മളെ സ്നേഹിച്ചപ്പോൾ അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ അവനെ പോലെ ആക്കി അവന്റെ വീട്ടിലെ ഗ്ലോറിക്ക് പങ്കാളിയാക്കുക. അതായത് മേക്ക് us partakers of his glory. അതാണ് കർത്താവിന്റെ ഉദ്ദേശം. അപ്പൊ ഒരു കുടുംബ ജീവിതത്തിലുള്ള അഗപ്പെ എന്ന സ്നേഹം, ആ കർത്താവിന്റെ സ്നേഹം അവിടെ വ്യാപരിക്കുവാണെങ്കിൽ, ഈ ഭാര്യയോടോ ഭർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് മെറ്റീരിയൽ തിങ്സ് വാങ്ങിച്ചു കൊടുക്കേണ്ടെന്നല്ല, അത് വേണമെന്നോ വേണ്ടെന്നുള്ളതല്ല. ഈ ക്രിസ്തീയ സ്നേഹത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള ആളുടെ വിശുദ്ധീകരണമാണ്. അതായത് ക്രൈസ്റ്റ് ലൈക്ക് ഡിസ്പോസിഷൻ ആ ആൾക്കുണ്ടാകാൻ വേണ്ടിയാണ് ഈ സബ്മിഷനെ കുറിച്ച് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം എന്ത് സ്നേഹമാണ്? എല്ലാ തരത്തിലുള്ള സ്നേഹം, അതായത് ശാരീരികവും കോൺജുഗൽ ലവ് എന്ന് പറയുന്ന ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പര ശരീരത്തിന്മേലുള്ള അവകാശം, മനസ്സിനുമേലുള്ള അവകാശം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ മനസ്സിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിനെ കീഴടക്കാനുള്ള അവകാശമല്ല, ഓപ്പൺനെസ്, ആ ഓപ്പൺനെസ്സിനുള്ള റൈറ്റ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ സ്പിരിച്വൽ ലവ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആളെ കർത്താവിൻ്റെ സന്നിധിയിൽ തേജസ്സോടെ നിർത്തണമെന്നുള്ള ദൈവിക ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നുവെന്നും അങ്ങോട്ട് ഞാൻ എൻ്റെ ഭാര്യയെ അല്ലെ ഭർത്താവിനെ നഡ്ജ് ചെയ്ത് വിടാൻ വേണ്ടിയാണ് ആ പ്രൈമറിലി ആ സ്നേഹം വർക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാകും? കറക്ഷൻസ് ഉണ്ടാകും അല്ലേ, ചിലപ്പോൾ ഇത്തിരി ശാസനകൾ ഉണ്ടാവും. അതെല്ലാം സ്നേഹത്തിൽ സംഭവിക്കേണ്ടതാണ്, തേജസ്സിനായുള്ള കാത്തിരിപ്പിൽ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഭാര്യ ഭർത്താവ് ചിന്തിക്കേണ്ടത്, ഇതെനിക്ക് സ്പിരിച്വലി ബെനിഫിഷ്യൽ ആണോ? ഈ പുള്ളി പറയുന്ന കേട്ടാൽ എനിക്ക് കർത്താവിന്റെ സ്വഭാവം ഉണ്ടാവുമോ? ക്രിസ്തുവിന്റെ അടുത്തേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കാണോ എന്നെ നടത്തുന്നതെന്ന് ചോദിക്കാവൂ. അത് എനിക്ക് കംഫർട്ടബിൾ ആകുമോ എന്ന് ചോദിക്കരുത്, എനിക്ക് കംഫർട്ടബിൾ ആകുമോ, എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കരുത്. കാരണം നമ്മുടെ പർപ്പസ് എന്താണ്? എൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല, എനിക്കിഷ്ടമില്ലാത്തവരെല്ലാം തട്ടിപ്പോകട്ടെ എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ അവരുടെ അപ്പനോടോ അമ്മയോടോ ആരോടും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നല്ല, എൻ്റെ ഭാര്യ ആരോടും മിണ്ടരുത്. ചിലർ അങ്ങനെയാണ്, ഭയങ്കര ടോക്സിക്കാണ്, വീടിറങ്ങി ആരുടെയും മിണ്ടിയാൽ. ഇത് പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. അത് എന്താ ഇപ്പം ഈ കൂട്ടത്തിൽ പറയുന്നില്ല, നമുക്ക് ഉച്ചയ്ക്ക് സമയം ഉണ്ടെങ്കിൽ അത് ചില കാര്യങ്ങൾ പരാമർശിക്കുക. അതായത് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോടനെ തോന്നുവാണ്. ഇതുമല്ല ഈ ചെറുപ്പത്തിൽ ബ്രിങ്ങിങ് അപ്പിൻ്റെ പ്രോബ്ലം. ദേ ആർ അൺഎബിൾ ടു ട്രസ്റ്റ് അതേഴ്സ്. മറ്റൊരാളെ വിശ്വസിക്കാൻ പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിലെ അവർ വിശ്വസിച്ചവർ, ചിലപ്പോൾ അപ്പനോ അമ്മയോ ആരെങ്കിലും, അവരങ്ങോട്ട് കൊടുത്ത സ്നേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ പ്രായമാവുമ്പോഴും അവർ നോക്കുന്നത്, എൻ്റെ ഭാര്യ എന്തിനാണ് ഫോണിൽ ആരോട് ഇത്ര നേരം സംസാരിച്ചത്, ആരായിരിക്കും? ആ ഒരു ശങ്ക ഉള്ളിലേക്ക് വരുന്നത് അതൊരു ടോക്സിസിറ്റിയുടെ അടയാളമാണ്. അതായത് വി ആർ മേക്കിംഗ് അവർ ലൈഫ് മിസറബിൾ, അവർ ഓൺ ലൈഫ് മിസറബിൾ. ഈ സംശയം എന്ന് പറയുന്നത്, ഞാൻ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമുക്ക് പിന്നെ പോകാം, അത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഈ സ്നേഹം എന്ന് പറയുന്നതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്പിരിച്വൽ ലവ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും വിശ്വസിക്കുന്ന സ്നേഹമാണ്. അതായത് ഒരാൾ പറയാണ്, ഞാൻ ഇതിപ്പം രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അല്ലെന്ന് നമുക്കറിയാമെങ്കിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായോ? അതൊരു ആയിക്കോട്ടെ, നോ പ്രോബ്ലം, നമുക്ക് തന്നെ രാത്രി ആയാലും പകലായാലും ഞാൻ ഒന്ന് പ്രസംഗിക്കണം, നിങ്ങൾ കേൾക്കേണ്ടി വരും. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൈമറിലി സ്പിരിച്വൽ ലവ്. അത് കോംപ്രമൈസ് ചെയ്തിട്ടല്ല ഈ ഭർത്താവിൻ്റെ സ്നേഹം.
സ്പിരിച്വൽ സബ്മിഷൻ, അത് കോംപ്രമൈസ് ചെയ്തിട്ടല്ല നമ്മൾ പറയുന്ന എന്താ പറയുന്നത്, ഭൗതികമായ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള സബ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്കിവിടെ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ള കാര്യം ബ്രദർ പറയുന്നതായിരിക്കും. ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും നമുക്ക് 1 മണിക്കാണ് നമ്മുടെ ബ്രേക്ക് ഉള്ളത്. നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റ് നമ്മൾ ഇതുവരെ രാവിലെ തൊട്ട് ഇതുവരെ കേട്ട കാര്യങ്ങളൊന്ന് വീണ്ടും ഒന്ന് ചിന്തിച്ചാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും എന്ന് തോന്നുന്നു. അത് ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് വീണ്ടും പറയുകയല്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് തോന്നിയത്, നിങ്ങളുടെ കയ്യിലെല്ലാം നോട്ട്ബുക്കോ പെന്നും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ചില ചോദ്യങ്ങൾ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങളത് ആദ്യമേ ചോദ്യങ്ങൾ എഴുതുക. ഓരോരുത്തരും അവരുടെ നോട്ട് പാഡിൽ എടുത്ത് ഞാനീ പറയുന്ന ചോദ്യങ്ങൾ, റൈറ്റ് ദീസ് ക്വസ്റ്റ്യൻസ് വിച്ച് ഐ എം ടെല്ലിങ് യു. ഉത്തരമല്ല, ചില ചോദ്യങ്ങളാണ്. അത് നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ. ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എഴുതുക. എവരിവൺ റൈറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്തീയ വിവാഹത്തിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം, പർപ്പസ് എന്താണ്? ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ക്രിസ്തീയ വിവാഹത്തിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? എല്ലാവരും ഈ ചോദ്യം അവരുടെ നോട്ട്പാഡിൽ എഴുതിയല്ലോ. രണ്ടാമത്തെ ചോദ്യം, സ്റ്റോറിയിൽ ആ കുട്ടി കടന്നുപോയ ബാല്യകാലിക അനുഭവങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത്? ഇവിടെ പറയുന്നു, ബേത്ത് തോമസിന്റെ സ്റ്റോറിയിൽ ആ കുട്ടി കടന്നുപോയ ബാല്യകാല അനുഭവങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്ത്? മൂന്നാമത്തെ ചോദ്യം, ക്രിസ്തീയ വിവാഹം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന്റെ നിഴലാണ് എന്നതിലൂടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ക്രിസ്തീയ വിവാഹം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന്റെ നിഴലാണ് എന്നതിലൂടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? അടുത്ത ചോദ്യം, ഇത് ഭാര്യമാര് മാത്രം എഴുതിയാൽ മതി, ഭർത്താക്കന്മാർ എഴുതണ്ട ഈ ചോദ്യം. ഇത് ഭാര്യമാർക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യമാണ്. എഫേസ്യ ലേഖനത്തിന്റെ 5:22 ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താവിനുമായി കീഴടങ്ങുവിൻ എന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? ഭാര്യമാര് മാത്രം എഴുതിയാൽ മതി, ഭർത്താക്കന്മാർ എഴുതണ്ട. അടുത്ത ചോദ്യം, ഭർത്താക്കന്മാർ മാത്രം, ഓൺലി ദ ഹസ്ബൻഡ്സ് റൈറ്റ്, ഭാര്യമാർ എഴുതണ്ട. എഫേസ്യ ലേഖനത്തിന്റെ 5:25 പറയുന്നത് പോലെ, ഭർത്താക്കന്മാരെ ക്രിസ്തുവിൻ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ എന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു?
ഇനി എല്ലാവരും എഴുതേണ്ട ഒരു ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കൃപ ആവശ്യമായിരിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ആവശ്യമായിരിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? ഒരു ചോദ്യം കൂടെ ചോദിച്ച് അതും കൂടെ നമുക്ക് നിർത്താം. എഫേസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വചനങ്ങൾ കുടുംബ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എഫേസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വചനങ്ങൾ കുടുംബ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പാസ്റ്റർ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ പറഞ്ഞു. കുടുംബ ജീവിതത്തിൽ കോംപ്രമൈസ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? കുടുംബ ജീവിതത്തിൽ കോംപ്രമൈസ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ചെയ്യേണ്ടത്, ലഞ്ചിന് ബ്രേക്ക് ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഈ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ചിന്ത എന്താണ് എന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ എഴുതുക. നിങ്ങൾ സിറ്റ് വെറെവർ യു ആർ, മെഡിറ്റേറ്റ് ഓൺ ദീസ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് വായിക്കുക. എന്താണ് അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്? അത് ആ നോട്ട് പാടി തന്നെ ഒന്ന് എഴുതുക. വളരെ ഇത് മറ്റാരെയും കാണിക്കാനല്ല, ഭാര്യ ഭർത്താവിൻ്റെ നോട്ട് പാഡിൽ എഴുതി നോക്കി കോപ്പിയടി ഇവിടെ അനുവദിക്കുന്നതല്ല. കോപ്പി അടിച്ചാൽ അതെന്ത് സംഭവിക്കാൻ നമുക്കറിയാം. കോപ്പിയടിയല്ല, ഇതാരെയും കാണിക്കേണ്ട കാര്യമല്ല. ഇത് നമുക്ക് തന്നെ സെൽഫ് എക്സാമിനേഷനാണ്, നമുക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അതുകൊണ്ട് ആരെയും വിധിക്കേണ്ട. ഈ നിങ്ങളുടെ ചിന്തയ്ക്ക് സഹായമാകുന്ന ചില ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം കൂടെ എഴുതാൻ പ്രൈസ് പാസ്റ്റർ പറയുന്നു. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ അവരോടുള്ള പെരുമാറ്റവും സമീപനവും അവരുടെ വളർച്ചയെ എങ്ങനെ എങ്കിലും തെറ്റായി ബാധിച്ചിട്ടുണ്ടോ? മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള നിങ്ങളുടെ പെരുമാറ്റവും സമീപനവും അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയോ തെറ്റായി സ്വാധീനിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് മേഖലകളാണ്? ഉണ്ടെങ്കിൽ ഏത് മേഖലകളിലാണത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നിടത്ത് തന്നെ, കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ആ ചിന്തകൾ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും എല്ലാം സൂക്ഷിക്കാനും ദൈവം പ്രവർത്തിക്കാനും ഇടയാകും. അവിടെ തന്നെ ഇരുന്ന് എഴുതുക, വേറെ ആരെയും കാണിക്കണ്ട. ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അതിനുശേഷം ലഞ്ചൊക്കെ റെഡി ആകുമ്പോൾ നമ്മളെ അറിയിക്കുന്നതായിരിക്കും.